ഹായ് ഹലോ. കോണ്ടംപററി ഇന്ത്യ ആൻഡ് എഡ്യൂക്കേഷൻ, നമ്മുടെ ഒരു പുതിയ പേപ്പറിന്റെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്ക്രീന് എല്ലാവർക്കും കാണാൻ കഴിയും എന്ന് വിശ്വസിക്കുകയാണ്. സോ ലെറ്റ്സ് ഡിസ്കസ് ദ ഫസ്റ്റ് യൂണിറ്റ്, എഡ്യൂക്കേഷൻ ഇൻ കോണ്ടംപററി ഇന്ത്യ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ കോണ്ടെക്സ്റ്റ്. നമ്മുടെ ഇന്നത്തെ സമകാലിക ഇന്ത്യയിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ പ്രവർത്തിച്ചു തുടങ്ങിയ നമ്മുടെ ഇന്ത്യയിൽ എന്താണ് എഡ്യൂക്കേഷൻ, അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ത് എന്നുള്ള വിഷയങ്ങളെ കുറിച്ചാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. ടോപ്പിക്കിലേക്ക് വരുമ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ അതിൽ ഉണ്ടാകും. ഇതിൽ പല ലെസൺസ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലെസൺ 1 എഡ്യൂക്കേഷൻ, അതിൽ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് എഡ്യൂക്കേഷൻ, ഫങ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ, ടൈപ്സ് ഓഫ് എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ കാണുന്ന എഡ്യൂക്കേഷണൽ സിസ്റ്റം, അതിനെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ടും ലക്ഷ്യമാക്കുന്നത്. സോ ദർ ആർ സം പോയിന്റ്സ് ദാറ്റ് ഈസ് വെരി ഫെമിലിയർ ടു യു. നിങ്ങൾക്ക് ഫെമിലിയർ ആയ കുറെ ടോപ്പിക്കുകൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ? എന്താണ് എഡ്യൂക്കേഷൻ? എഡ്യൂക്കേഷൻ, the term education originated from the Latin word educare, that means to bring up or to nourish. എനിക്ക് തോന്നുന്നത് ഇതിന് മുമ്പ് ഏതോ പേപ്പറിൽ ഇതൊക്കെ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്, ശരിയാണെങ്കിൽ. അപ്പൊ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരിക, അവരെ വളർത്തിക്കൊണ്ടുവരിക, അവരെ നറിഷ് ചെയ്യുക, അവരെ വളർത്തുക അല്ലെങ്കിൽ വളരാൻ അനുവദിക്കുക എന്നുള്ളതാണ് എഡ്യൂക്കേഷന്റെ ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്, അതല്ലെങ്കിൽ എഡ്യൂക്കേഷന്റെ ഒരു മീനിങ്. വേറൊരു ഡെറിവേഷൻ ഉള്ളത് എഡ്യൂസിയർ, അഥവാ ഇത് ലാറ്റിൻ വേർഡ് എഡ്യൂക്കെയർ ഉണ്ട്, അതുപോലെ തന്നെ എഡ്യൂസിയർ, ടു ലീഡ് എന്നുള്ള മീനിങ് വരുന്ന എഡ്യൂസിയർ എന്ന കോൺസെപ്റ്റും എഡ്യൂക്കേഷൻ ഉണ്ട്. ആൻഡ് ദർ ഇസ് അനദർ വ്യൂ, ദാറ്റ് ഇസ് എ തേർഡ് വ്യൂ. എഡ്യൂക്കേഷൻ ഈസ് ദ എയിം ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ടു ഡ്രോ ഔട്ട്, അല്ലെ, നമ്മൾ ഗാന്ധിജിന്റെ ഡെഫിനിഷനിലൊക്കെ പറഞ്ഞ പോലെ ഡ്രോയിങ് ഔട്ട് ഓർ ഡ്രോ ഔട്ട് ഫ്രം ദ ലാറ്റിൻ വേർഡ് എഡ്യൂക്കാറ്റം. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ എഡ്യൂക്കേഷനെ കുറിച്ചിട്ടുണ്ട്, വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ പിന്നെ എഡ്യൂക്കേഷനെ കുറിച്ചിട്ടുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ ഇൻഡിസ്പെൻസിബിലിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആണ്. എഡ്യൂക്കേഷന്റെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ട്, അതിൻ്റെ ഒരു റെലവൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്നൊക്കെ നമുക്ക് ഇതിന് വേണമെങ്കിൽ പറയാം. നമുക്കറിയാം, മാൻ ഹാസ് അക്വയർഡ് സ്കിൽസ്, നോളജസ്, ഹാബിറ്റ്, പൊട്ടൻഷ്യൽസ് ത്രൂ എഡ്യൂക്കേഷൻ. നമ്മൾ ഇന്ന് നേടിയ കുറെ അറിവുകൾ എഡ്യൂക്കേഷൻ ത്രൂ കിട്ടിയതാണ്. കുറെ സ്കില്ലുകൾ, കുറെ നമുക്ക് വേണ്ട ലാംഗ്വേജ് സ്കില്ലുകൾ, അങ്ങനെ കുറെ സ്കില്ലുകളും കുറെ പൊട്ടൻഷ്യൽസും ഒക്കെ നമുക്ക് കിട്ടിയത് ത്രൂ എഡ്യൂക്കേഷൻ ആണ്. അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ ഈസ് എസെൻഷ്യൽ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എവറി ഹ്യൂമൻ ബീയിങ്സ്. പിന്നെ എഡ്യൂക്കേഷന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഒന്ന് രണ്ട് സൈക്കോളജിസ്റ്റുകളൊക്കെ പറഞ്ഞു വെച്ചേ. ടി റേമോണ്ട് പറഞ്ഞു വെച്ചെന്ന് വെച്ചാൽ, എഡ്യൂക്കേഷൻ ഈസ് എ പ്രോസസ് ടു ഡെവലപ്പ് ദ പൊട്ടൻഷ്യൽസ് ഓഫ് മാൻ സോ ആസ് ടു ഡിഫറൻഷിയേറ്റ് ഹിം ഫ്രം അതർ ലിവിങ് ബീയിങ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മനുഷ്യരെ, മാൻ ഉദ്ദേശിക്കുന്നത് ആണിനെ എന്നല്ല, മൊത്തം മനുഷ്യരെ അവരുടെ പൊട്ടൻഷ്യാലിറ്റി, അവരുടെ കഴിവുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രോസസ്സാണ്. അത് മാത്രമല്ല, ഡിഫറൻഷിയേറ്റ് ഹിം ഫ്രം അതർ ലിവിങ് ബീയിങ്, മറ്റുള്ള മൃഗങ്ങളെ അല്ലെങ്കിൽ ജീവനുള്ള മറ്റു വസ്തുക്കളിൽ നിന്ന് മനുഷ്യനെ വേർതിരിക്കുന്ന ഒരു ഘടകമാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, എഡ്യൂക്കേറ്റഡ് ആയ ഒരാളേക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കൾച്ചറും എഡ്യൂക്കേറ്റഡ് അല്ലാത്തൊരാളേക്ക് എക്സ്പെക്ട് ചെയ്യുന്ന കൾച്ചറും ദാറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ്. അതല്ലെങ്കിൽ നമ്മളൊരു എഡ്യൂക്കേറ്റഡ് ആയ ഒരാൾ കുറച്ചുകൂടി ബാഡ് ബിഹേവ് ചെയ്താൽ അല്ലെങ്കിൽ മിസ്ബിഹേവ് ചെയ്താൽ നമ്മൾ പറയും, ഇയൊക്കെ ഇത്ര അറിവുള്ള ആളല്ലേ, വിദ്യാഭ്യാസമുള്ള ആളല്ലേ എന്നൊക്കെ പറയാറുണ്ട്. ഇന്ന് ഒരു ആക്സിഡന്റ് ആലപ്പുഴയിലോ എവിടെയോ ഒരു ആക്സിഡന്റ്, ഒരു 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ചൊരു ആക്സിഡന്റുകൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാവും. അതെ, പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഞാൻ കേട്ടൊരു വാക്ക്, അവരൊക്കെ എഡ്യൂക്കേറ്റഡ് ആണ്, അവരതിനുള്ള പ്രിക്കോഷൻസ് എടുത്തതായിരിക്കും എന്നുള്ളൊരു സെന്റൻസ് അതിലുണ്ടായിരുന്നു. സോ എഡ്യൂക്കേറ്റഡ് ആയ ആളുകളിൽ നിന്ന് ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്നത് ദാറ്റ് ഈസ് സംതിങ് ഡിഫറെന്റ് എന്നുള്ളതാണ്. ദെൻ ത്രൂ എഡ്യൂക്കേഷൻ വി ഗെറ്റ് ബെറ്റർ അഡ്ജസ്റ്റ്മെന്റ് ഇൻ ബിഹേവിയർ വിത്ത് ഫിസിക്കൽ, സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ എൻവയോൺമെന്റ്.
ഒരാൾ നമ്മൾ ഫിസിക്കലി അറ്റാക്ക് ചെയ്യാൻ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഫിസിക്കൽ എൻവയോൺമെന്റിൽ സോഷ്യൽ സ്പിരിച്വൽ ഏതൊരു എൻവയോൺമെന്റിൽ നമ്മൾ പോവുകയാണെങ്കിലും അവിടെ ഒരു ബെറ്റർ അഡ്ജസ്റ്റ്മെന്റ് ഇൻ ബിഹേവിയർ, നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ കോപ്പറേഷൻ, അണ്ടർസ്റ്റാൻഡിങ്, അതൊക്കെയാണ് നമ്മുടെ എഡ്യൂക്കേഷന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അരിസ്റ്റോട്ടിൽ പറഞ്ഞു വെച്ചത്, ജസ്റ്റ് ആസ് ലിവിങ് ബീയിങ്സ് ആർ സുപ്പീരിയർ ടു ഇനാനിമേറ്റ് തിങ്സ്, ദ എഡ്യൂക്കേറ്റഡ് ഈസ് മോർ വാല്യബിൾ ദാൻ ദ അൺഎഡ്യൂക്കേറ്റഡ് എന്നുള്ളതായിരിക്കാം. അൺഎഡ്യൂക്കേറ്റഡ് ആയ ആളുകളിൽ നിന്ന് അല്ലെങ്കിൽ അത്തരം എഡ്യൂക്കേഷൻ ഇല്ലാത്ത ആളുകളിൽ നിന്ന് എഡ്യൂക്കേറ്റഡ് ആയ ആളുകൾ മോർ വാല്യുബിൾ ആണ്, ഡിഫറെന്റ് ആണ് എന്നുള്ളതാണ് ഒരു കോമൺ വ്യൂവിൽ നമുക്ക് കാണാൻ കഴിയാം. ഇതിന്റെ ഒരു ബേസിക് കോൺസെപ്റ്റുകളാണ്. ഓക്കെ, ഇതാണ് പ്രധാനപ്പെട്ട ഇതിന്റെ ഒരു ഭാഗം. ഡെഫിനിഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്. നമ്മുടെ ടെക്സ്റ്റിൽ കുറച്ചധികം ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ വായിക്കണം. ഞാൻ ഇതിലൊരു 3 ഡെഫിനിഷൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് കുറച്ചധികം എഡ്യൂക്കേഷൻ ഡെഫിനിഷൻസ് കാണാൻ കഴിയും. ഒന്ന് വിവേകാനന്ദന്റെ ഡെഫിനിഷൻ ആണ് ഇവിടെ ഞാൻ നോട്ട് ചെയ്തത്. എഡ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ഡിവൈൻ പെർഫെക്ഷൻ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഇൻ മാൻ. മനുഷ്യരിൽ ഒരുപാട് ഡിവൈൻ പെർഫെക്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കഴിവുകളും ഒരുപാട് ബുദ്ധികളും ഒക്കെ ഉണ്ട്. അതിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആണ്. അതെല്ലാം എടുത്ത് പുറത്തിടുക, അല്ലെങ്കിൽ അതിനൊക്കെ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ടാഗോറിന്റെ ഒരു ഡെഫിനിഷനിൽ എഡ്യൂക്കേഷൻ മീൻസ് എനേബിളിംഗ് ദ മൈൻഡ് ടു ഫൈൻഡ് ഔട്ട് ദ അൾട്ടിമേറ്റ് ട്രൂത്ത്. അല്ലെ, യഥാർത്ഥ സത്യത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടെത്തിക്കുന്ന അതിനു വേണ്ടി നമ്മൾ എനേബിൾ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് എഡ്യൂക്കേഷൻ. which emancipates us from the bondage of the lust, gives us the wealth not of things but inner light, but of love, making this growth of its own and living expression to it. So ഇത് നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് പറയുന്നുണ്ട്. എന്തൊക്കെയായിരുന്നു? the bondage of the lust and gives us the wealth, നോട്ട് ഫോർ തിങ്സ് ബട്ട് ഇന്നർ ലൈറ്റ്. നമുക്ക് കുറെ വസ്തുക്കൾ കിട്ടാതെ മാത്രമല്ല, അല്ലെങ്കിൽ നമുക്ക് വെൽത്ത്, ലെസ്റ്റ്, ഇതിനൊക്കെ മേലെ നമുക്ക് എന്തുണ്ട്, കുറെ അഡ്വാൻറ്റേജുകൾ എഡ്യൂക്കേഷൻ നമുക്ക് തരുന്നുണ്ട് എന്നാണ്. നമുക്കൊരു ഇന്നർ ലൈറ്റ്, ഒരു ഉൾ വെളിച്ചം നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ലവ്, ഒരുപാട് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും എഡ്യൂക്കേഷൻ കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഒരു എക്സ്പ്രഷനും നമ്മുടെ ഗ്രോത്ത്, നമ്മുടെ മെന്റൽ കപ്പാസിറ്റി, നമ്മുടെ തോട്ട്സ്, ഇങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജുകൾ എഡ്യൂക്കേഷൻ നമുക്ക് നൽകും എന്നാണ് പറയുന്നത്. ദെൻ മഹാത്മാഗാന്ധിയുടെ ഡെഫിനിഷൻ ദാറ്റ് ഈസ് വെരി ഫേമസ്, മുമ്പേ പറഞ്ഞതാണ്. എഡ്യൂക്കേഷൻ ഈസ് ദ ഓൾറൗണ്ട് ഡ്രോയിങ് ഔട്ട് ഓഫ് ദ ബെസ്റ്റ് ചൈൽഡ് ആൻഡ് മാൻ. മനുഷ്യരിലാണെങ്കിൽ എല്ലാത്തിലും, കുട്ടികളിലും മുതിർന്നവരിലും എല്ലാവരിലുമുള്ള പ്രധാനപ്പെട്ട അവരുടെ ബെസ്റ്റ് ക്വാളിറ്റീസിനെ എടുത്ത് പുറത്തേക്ക് ഇടുക, അല്ലെങ്കിൽ അത് മുന്നിലേക്ക് കൊണ്ടുവരിക. ബോഡി, മൈൻഡ്, സ്പിരിറ്റ്, അവരുടെ ശാരീരികമായ കഴിവുകളും മാനസികമായ കഴിവുകളും ആത്മീയപരമായ കഴിവുകളും എല്ലാത്തിനെയും ഷാർപ്പൻ ചെയ്യുക, എല്ലാത്തിനെയും മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ എന്നാണ് മഹാത്മാഗാന്ധിജിയും പറഞ്ഞു വെച്ചത്. ഇപ്പൊ എല്ലാവരുടെ ഡെഫിനിഷനിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, സ്കിൽ ഇംപ്രൂവ് ചെയ്യുക, നമ്മുടെ ക്വാളിറ്റീസ് ഇംപ്രൂവ് ചെയ്യുക, ബിഹേവിയർ ചേഞ്ച് ചെയ്യുക, തോട്ട് പ്രോസസ്സ് മാറ്റുക, ഇങ്ങനെയുള്ള എല്ലാവരെയും നന്നാകാൻ വേണ്ടി മാത്രം പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ ഹിയർ സം ഫീച്ചേഴ്സ്, characteristics or the natures of education are given. കുറച്ച് ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടാണ്, അല്ലെങ്കിൽ അത് എഡ്യൂക്കേഷൻ്റെ ഒരു നാച്ചുറൽ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ്, സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്. ഒരു 10-15ഓളം ഫീച്ചേഴ്സ് അല്ലെങ്കിൽ നാച്ചുറൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒക്കെ സിമ്പിൾ ആണ്. എഡ്യൂക്കേഷൻ ഈസ് എ ലൈഫ് ലോങ് പ്രോസസ്. നമുക്കറിയാം, ജനിച്ചാൽ മരിക്കോളം ഉള്ള ഒന്നാണ് വിദ്യാഭ്യാസം. അങ്ങനെ ഉണ്ടോ? ലൈഫ് ലോങ് പ്രോസസ്സാ? ഒരു കല്യാണം കഴിഞ്ഞിട്ടുണ്ടേ? അല്ല, നമ്മള് ബുക്കിൽ നോക്കി പഠിക്കുന്നത് മാത്രല്ലല്ലോ. ഓക്കെ, പിന്നെ ബുക്കിൽ നോക്കി പഠിക്കണ മാത്രമല്ല എഡ്യൂക്കേഷൻ. വേറെ എന്താ എഡ്യൂക്കേഷൻ? നമ്മൾ ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ ലേൺ ചെയ്യല്ലേ, എക്സ്പീരിയൻസിലൂടെ മറ്റൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പൊ അതിനൊക്കെ ഓരോ പേരുകളുണ്ട്, പിന്നെ ഇങ്ങനെ വരുന്നുണ്ട്. ആൻഡ് എഡ്യൂക്കേഷൻ ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ്. ആണോ? സിസ്റ്റമാറ്റിക് ആണോ എഡ്യൂക്കേഷൻ? കൃത്യമായ സിസ്റ്റം ഉണ്ടാവും. എഡ്യൂക്കേഷൻ ഒരു സിസ്റ്റമാണ്. എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നല്ല നമ്മൾ പറയുന്നത്. സിസ്റ്റം എന്നല്ല, സിസ്റ്റമാറ്റിക് എന്നാണ് അവിടെ പോയിന്റ്.
സിസ്റ്റമാറ്റിക് ആയതുകൊണ്ടാണല്ലോ സിസ്റ്റം എന്ന് പറയുന്നത്. അതെ അതെ അതെ, സിസ്റ്റമാറ്റിക് ആണ്. അപ്പൊ ഓരോ എല്ലാതും സയന്റിഫിക് ആണ്, സിസ്റ്റമാറ്റിക് ആണ് അല്ലെ. കാരണം നമ്മൾ സ്കൂളിലെ ഓരോരോ പീരീഡുകളാണെങ്കിലും ക്ലാസ്സുകളാണെങ്കിലും ക്ലാസ്സിന്റെ സ്ട്രക്ചർ ആണെങ്കിലും ഒക്കെ സിസ്റ്റമാറ്റിക് ആണ്. യെസ്. Then education is a development of individual and the society. ഒരു വ്യക്തി വികാസവും അതുപോലെ സമൂഹത്തിന്റെ ഒരു ഡെവലപ്മെന്റും എന്തുതന്നെയാണ്, എഡ്യൂക്കേഷന്റെ ഭാഗമാണ്. ഓക്കെ, അഥവാ ഒരാള് പിന്നെ ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ് യു എഡ്യൂക്കേറ്റ് എ മാൻ, ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ യു എഡ്യൂക്കേറ്റ് എ വില്ലേജ്. ഇത് കേട്ടോ? ഇപ്പൊ അടുത്ത +2 കഴിഞ്ഞാൽ കേട്ടിട്ടുണ്ടാവും അല്ലെ? അല്ലാണ്ട് കേട്ടിട്ടുണ്ട്. അല്ലാണ്ട് കേട്ടോ? എന്താ അർത്ഥം? If you educate a man, so if you educate a boy, you train a man. അതാണ് എന്റെ ഫസ്റ്റ് ആൻസർ. ഒരു ആൺകുട്ടിക്കാണ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതെങ്കിൽ ഒരു പുരുഷനെ വാർത്തെടുക്കാൻ കഴിയും. പുരുഷന് മാത്രമല്ല, ഒരു മനുഷ്യനെ വാർത്തെടുക്കുന്നത്. And if you educate a girl, you train a village. ഒരു പെൺകുട്ടിക്കാണ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതെങ്കിൽ ഒരു വില്ലേജിനെ തന്നെ, ഒരു സൊസൈറ്റിയെ തന്നെ, സമൂഹം തന്നെ. അപ്പൊ ഞാൻ എത്ര സമൂഹങ്ങളെ ഇവിടെ വിദ്യാഭ്യാസം ചേർത്ത് കൊടുക്കണത്? അതെ അതെ, സമൂഹം ക്ലാസ്സിൽ നിറച്ചു പോകുക. ആകെ 1-2 മോദിമാര് വന്നേ അല്ലേ? ഉണ്ടുണ്ടായതോ? ഏതോ ഒരു പുരുഷ ശബ്ദം കേട്ടു, ഏതോ ഒരു മനുഷ്യനിൽ ഉണ്ട്, മനസ്സിലായി. ആ ഫോട്ടോയിലൊക്കെ ആ തലക്കൊക്കെ ഓരോ പുരുഷ സമൂഹത്തിലുള്ള ആൾക്കാരുണ്ട്. ക്ലാസ്സിൽ കാണാറില്ല. നമ്മള് പ്രസിഡന്റ് പോകുമ്പോഴാ, അപ്പൊ പിന്നെന്താ, അതിലപ്പുറം ഒന്നും ഇല്ലല്ലോ. ഓക്കെ. അപ്പം 4th one, എഡ്യൂക്കേഷൻ ഈസ് ദ മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ. നമ്മൾ മുമ്പേ പഠിച്ചതാ, കഴിഞ്ഞ പേപ്പറിലൊക്കെ പഠിച്ചിരുന്നു. ആൻഡ് എഡ്യൂക്കേഷൻ ഈസ് പർപ്പസീവ്, അഥവാ വിദ്യാഭ്യാസത്തിന് കൃത്യമായ പർപ്പസുകൾ ഉണ്ടെന്ന് പറയണേ. ഓരോ പ്രവൃത്തിയാണെങ്കിൽ പർപ്പസ് ഉണ്ട്. എയിം, പർപ്പസ്, ഒബ്ജക്റ്റീവ്, ഇങ്ങനെ പല പേരുകൾ നമുക്ക് അവിടെ പറയാം. ദെൻ എഡ്യൂക്കേഷൻ ഈസ് എ ട്രെയിനിങ് ടു, ഒരു നല്ല മനുഷ്യനാവാൻ, നന്നായി ജീവിക്കാനുള്ള ട്രെയിനിങ് കൂടിയാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നു. ദെൻ എഡ്യൂക്കേഷൻ ഇൻവോൾവ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡയറക്ഷൻ, അല്ലെ? ഒരുപാട് നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒപ്പീനിയൻസും ഇൻസ്ട്രക്ഷൻസും എല്ലാം അടങ്ങിയതാണ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ ഈസ് ലൈഫ് ഇറ്റ് സെൽഫ്. ആക്ച്വലി വിദ്യാഭ്യാസം പറഞ്ഞാൽ ജീവിതം തന്നെയാണ്. അപ്പൊ ശരിക്കും നമ്മൾ ജീവിക്കണം എന്നാണ് പറയുന്നത്. ക്ലാസ് റൂമുകളിൽ നമ്മൾ ജീവിക്കണം. ആൻഡ് എഡ്യൂക്കേഷൻ ഈസ് റീകൺസ്ട്രക്ഷൻ ഓഫ് എക്സ്പീരിയൻസസ്. നമ്മുടെ അനുഭവങ്ങളെ റീകൺസ്ട്രക്ട് ചെയ്യുന്ന ഒന്നാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. കാരണം നമ്മള് പല എക്സ്പീരിയൻസസ് ഉണ്ടാവാം, അതിനെ വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്ത് അതിൽ നിന്ന് ന്യൂ നോളജ് ഒക്കെ നേടുന്നൊക്കെ സിസ്റ്റമാണ്. 10th, എഡ്യൂക്കേഷൻ ഹെൽപ്സ് ഇൻ ഇൻഡിവിജ്വൽ അഡ്ജസ്റ്റ്മെന്റ്. ഓരോ മനുഷ്യനും അഡ്ജസ്റ്റ്മെന്റ് എന്താ പഠിപ്പിച്ചു കൊടുക്കാൻ എഡ്യൂക്കേഷൻ വേണം. നമുക്ക് ഓരോരോ സ്കില്ലുകൾ, അതിന് ഓരോരോ ആക്ടിവിറ്റീസും കുറെ പ്രവർത്തനങ്ങൾ സ്കൂളിൽ കേട്ടോ. നമ്മൾ ഗ്രൂപ്പായി തിരിക്കും, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ അവിടെ അണ്ടർസ്റ്റാൻഡിങ്, അഡ്ജസ്റ്റ്മെന്റ്, അങ്ങനെയൊക്കെയുള്ള കുറെ സ്കില്ലുകൾ വളരുന്നതാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, ടൂറ്, അതുപോലെ തന്നെ സ്പോർട്സിൽ, അങ്ങനെയൊക്കെ അവിടെയൊക്കെ അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള സ്കില്ല് വളരും കേട്ടോ. ആൻഡ് എഡ്യൂക്കേഷൻ ഈസ് എ ബാലൻസ്ഡ് ഡെവലപ്മെന്റ്. വെറും ഒരു തരത്തിൽ മാത്രമല്ല. ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയും ഒരു 33 ഒക്കെ സ്കില്ലുകൾ ഒരാളിൽ വേണം എന്നൊക്കെ പറയും. അപ്പം 9 ബുദ്ധികൾ വേണം. അങ്ങനെ അതൊക്കെ വളരണം. അതൊക്കെ ഇങ്ങനെ ഓരോന്ന് എല്ലാം വളർത്താം. കാരണം ആർട്ട് പരമായിട്ടുള്ള ബുദ്ധി വേണം, സ്പോർട്സ് വേണം, ലിംഗ്വിസ്റ്റിക് വേണം, അതുപോലെ തന്നെ വിഷ്വൽ വേണം. അങ്ങനെ കുറെ സ്കില്ലുകളുണ്ട്. അതൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യും, കൂട്ടി ബാലൻസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യലാണ് എഡ്യൂക്കേഷന്റെ മറ്റൊരു എയിം. എഡ്യൂക്കേഷൻ ഈസ് എ ഡൈനാമിക് പ്രോസസ്. വളരെ വ്യത്യസ്തമായ പ്രോസസ്സാണ്. എന്നും ഒരേതല്ല, വ്യത്യസ്തമായ പ്രോഗ്രാംസ് അതിലുണ്ട്. എഡ്യൂക്കേഷൻ ഈസ് എ ബൈപോളാർ പ്രോസസ്, കോൺഷ്യസ് ആൻഡ് ഡെലിബറേറ്റ്. അഥവാ നമ്മൾ അറിയാതെ ചെയ്യുന്ന കുറെ പ്രവർത്തനങ്ങളുണ്ട്, ഡെലിബറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ചെയ്യുന്ന കുറെ പ്രവർത്തനം, കോൺഷ്യസും അൺകോൺഷ്യസും അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഇതിനെ പറയാം കേട്ടോ. അഥവാ അറിഞ്ഞും അറിയാതെയും ചെയ്തും മനഃപൂർവ്വം ചെയ്യുന്നതും അല്ലാതെ ചെയ്യേണ്ടി വരുന്നതും അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. എഡ്യൂക്കേഷൻ ഈസ് എ 3-dimensional പ്രോസസ് എന്ന് പറയുന്നുണ്ട്. ടീച്ചർ, ചൈൽഡ്, സൊസൈറ്റി. നമ്മൾ സാധാരണ ഈ പാരന്റ്സിനൊക്കെ പിന്നെ ട്രെയിനിങ് കൊടുക്കാൻ പോകുമ്പോൾ നമ്മൾ പറയാറുണ്ട് എഡ്യൂക്കേഷൻ ഒരു ഓട്ടോറിക്ഷ പോലെയാണ്, അല്ലെങ്കിൽ ത്രികോണം പോലെയാണെന്നൊക്കെ. ടീച്ചർ, സ്റ്റുഡൻസ്, പാരന്റ്സ്. ഇവിടെ നമുക്ക് 3 ഡയമെൻഷൻസ് തന്നത് ടീച്ചർ, ചൈൽഡ്, സൊസൈറ്റി. ഓക്കെ, കാരണം നമുക്ക് സൊസൈറ്റിനെ ഇതിലേക്ക് കണക്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ എഡ്യൂക്കേഷൻ ആസ് ഗ്രോത്ത്. നമ്മുടെ വളർച്ച തന്നെ, മാനസിക വളർച്ച, മാനസിക വികാസം, അതൊക്കെ എഡ്യൂക്കേഷനെ സംബന്ധിച്ചിരിക്കണു, അല്ലെങ്കിൽ എഡ്യൂക്കേഷന്റെ ഭാഗമാണ് എന്നൊക്കെയാണ് അതിൽ പറഞ്ഞത്. ദെൻ എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്
പ്രധാനമായിട്ടും 2 എയിമുകളാണ്, 2 ലക്ഷ്യങ്ങളാണ് സ്കൂളിൽ പോണത് കൊണ്ട് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കൊണ്ടുള്ളതെന്നാണ്. സ്കൂളിൽ പോകുന്നത് മാത്രമല്ല കേട്ടോ, എഡ്യൂക്കേഷന്റെ മറ്റു പർപ്പസുകൾ ഇതിൽ വരും. ഓക്കെ, നമ്മൾ സാധാരണ ചോദിക്കൂലേ എന്തിനാടാ പഠിക്കണത് എന്നൊക്കെ ചോദിക്കണ 2 എയിം ഉണ്ടല്ലോ അല്ലെ? ആ ചോദ്യത്തിന് 2 ലക്ഷ്യല്ലേ? എന്തിനാ സ്കൂളിൽ പോണേ? പണ്ട് സ്ഥിരം അധ്യാപകരും നാട്ടുകാരും ഉപയോഗിച്ചിരുന്ന ഒരു ചോദ്യമായിരുന്നു. ഇപ്പൊ അങ്ങനെ ആരും ചോദിക്കില്ല തോന്നുന്നുണ്ട്, എന്തിനാ സ്കൂളിൽ പോണേ എന്നുള്ളത്. അപ്പൊ അവിടെ 2 ലക്ഷ്യം ആ ചോദ്യത്തിനുണ്ട്. എന്നാൽ ഇവിടെ 2 തരം എയിമുകൾ ഉള്ളത്, ഒന്ന് ജനറൽ എയിമും 2 സ്പെസിഫിക് എയിമാണ്. അപ്പൊ ജനറൽ എയിമിൽ പറയുന്നത് പൊതുവെ ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ്, സോഷ്യൽ ഡെവലപ്മെന്റ് എന്നൊക്കെ ഉള്ളതാണ്. ബിഹേവിയർ മോഡിഫിക്കേഷൻ ഒക്കെ വരുന്നത് ഇൻഡിവിജ്വൽ എയിമിലാണ്. അപ്പൊ ഒന്നുമില്ല, ഒരു വ്യക്തിനെയും സമൂഹത്തെയും ഒരുമിച്ച് വളർത്തി കൊണ്ടുവരുന്നതാണ് ജനറൽ എയിം എന്ന് പറയുന്നത് എഡ്യൂക്കേഷന്റെ. അത് അധികം ഡിസ്കസ് ചെയ്യണില്ല. സ്പെസിഫിക് എയിമാണ് നമ്മളെ പ്രധാനപ്പെട്ട, നമ്മൾ സ്പെസിഫൈ ചെയ്യണത് കേട്ടോ. സോ സ്പെസിഫിക് എയിമുകൾ എത്ര ഉണ്ട്? സ്പെസിഫിക് എയിമുകൾ എത്ര എണ്ണം? 6 കാണുന്നുണ്ട്, ഇനി ഉണ്ടോന്ന് അറിയില്ല. അതല്ല, ഞാൻ നിങ്ങളെ ഫോണിക്ക് നോക്കുന്നുണ്ടോ നോക്കിയതാ, അല്ലെങ്കിൽ ബുക്കിലേക്ക് ഒരിക്കലും നോക്കുന്നുണ്ടോ നോക്കിയതാണ്. ചില ആളുകൾ ഫോണ് ആ അടുക്കളയിലോ അല്ലെങ്കിൽ ആ ജനലിന്റെ മുകളിലൊക്കെ വെച്ചിട്ടേ വേറെ എവിടെയൊക്കെ ഉണ്ടാവും. അപ്പൊ സ്പെസിഫിക് എയിം എത്ര വയ്ക്കുമ്പോ എത്രയോ ഉണ്ടാവും എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാവും. സോ ഇതിൽ 6 കാണാനില്ലേ? അപ്പൊ അതന്നെ ആദ്യം നോക്കുക. 1 നോളജ് എയിം, 2 വൊക്കേഷണൽ എയിം, 3 മോറൽ എയിം, 4 കംപ്ലീറ്റ് ലിവിംഗ് എയിം, 5 ഹാർമോണിയസ് ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി എയിം, 6 എയിം ഓഫ് സ്പെൻഡിങ് ദ ലെഷർ ടൈം യൂസ്ഫുള്ളി. ഇങ്ങനെ 6 എയിമുകൾ ഉണ്ടെന്നാണ് പറയണത്. ഓക്കെ, എന്തൊക്കെയാണിതുള്ളത് ഓരോന്ന് പ്രത്യേകം തന്നെ പഠിക്കുന്നുണ്ട്. എങ്കിലും നിങ്ങൾ ഈ ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ ആദ്യം ഈ ഒരു 6 എയിം നേരെ എങ്ങനെ പഠിച്ചു വെക്കുക. ഇതൊക്കെ ഇവിടെ എനിക്കൊരു ഗ്രാഫ്, ഒരു ടേബിൾ പോലെ, ഒരു ഡയഗ്രം പോലെ കാണാം. നിങ്ങളുടെ ബുക്കിലുള്ളത് അങ്ങനെ എടുത്തതാണ്. എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ, ജനറൽ എയിം, സ്പെസിഫിക് എയിം, അതിന് ഇൻഡിവിജ്വൽ എയിം, സോഷ്യൽ എയിം. അപ്പൊ ജനറൽ എയിം അവിടെ കഴിഞ്ഞു. ദെൻ സ്പെസിഫിക് എയിമിൽ നോളജ്, വൊക്കേഷണൽ, മോറൽ, കംപ്ലീറ്റ് ലിവിംഗ് എയിം, ഹാർമോണിയസ്, ലെഷർ എയിം, ഇങ്ങനെയുള്ള ഒരു 6 എയിമുകൾ കാണാം. ഇനി അതില് ഇൻഡിവിജ്വൽ എയിം ഉള്ളതാ? ജനറൽ എയിം ആണോ സ്പെസിഫിക് എയിം ആണോ? ജനറൽ എയിം. ജനറൽ എയിം ആണ്. അപ്പൊ അവിടെ സർ മേഴ്സിനൻ അഡ്വക്കേറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. ചീഫ് എയിം ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ദ അൺഫോൾഡ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി. നമുക്കൊക്കെ ശരിക്കും ഓരോ പേഴ്സണാലിറ്റീസ് ഉണ്ട്. അതിനെ അൺഫോൾഡ്മെന്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ നമുക്ക് ഓപ്പൺ അപ്പ് ചെയ്യണം, അതിനെ ഡെവലപ്പ് ചെയ്യിപ്പിക്കണം. അതാണ് എഡ്യൂക്കേഷന്റെ എയിം, ഇൻഡിവിജ്വൽ എയിം. അപ്പൊ എല്ലാവർക്കും ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. ആ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഉണ്ടാവണം, ആ പേഴ്സണാലിറ്റിയിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവണം. അതിന് ചിലപ്പോൾ കുറെ ആറ്റിറ്റ്യൂഡുകളും അതും അല്ലെങ്കിൽ കുറെ കോൺസെപ്റ്റുകളും ആഡ് ചെയ്യാനുണ്ടാവും. അതൊക്കെ ആഡ് ചെയ്തിട്ട് ആ പേഴ്സണാലിറ്റിന്റെ ഏറ്റവും ദ ഫൈനസ്റ്റ് രൂപത്തിക്ക് നമുക്ക് എത്താൻ പറ്റുക എന്നുള്ളതാണ് പിന്നെ പ്രധാനപ്പെട്ട ഒരു എയിം എന്ന് പറയുന്നത്. ഓക്കെ, ആദം സ്റ്റേറ്റ് ചെയ്തതാണ്, എഡ്യൂക്കേഷൻ ഈസ് ദ എൻഡവർ ടു ഹെൽപ്പ് വൺ ഫോർ സെൽഫ് റിയലൈസേഷൻ. കുറെ ആളുകൾക്ക് സെൽഫ് റിയലൈസേഷൻ ഉണ്ടാവില്ല. മോസ്റ്റ് ഓഫ് ദ ആളുകൾക്കും സെൽഫ് റിയലൈസേഷൻ ഇല്ല. ദാറ്റ് മീൻസ് ഞാൻ എന്ത്, എന്റെ കൃത്യമായ എന്റെ കഴിവുകൾ എന്ത്, എന്റെ ഡ്രോബാക്സ് എന്ത് എന്ന് കൃത്യമായി അറിയാത്ത കുറെ ആളുകൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. സോ ശരിക്കും വിദ്യാഭ്യാസം കൊണ്ട് ഒരാളുടെ സെൽഫ് റിയലൈസേഷനിക്ക്, സെൽഫ് എസ്റ്റീമിലേക്ക് ഒക്കെ എത്തണം എന്നുള്ളതാണ്. അപ്പം ചിലപ്പോൾ ചില അധ്യാപകർക്ക് തന്നെ അവർക്ക് പല കഴിവുകൾ ഉണ്ടാവാം, പക്ഷെ അത് കഴിവുണ്ടോ എന്നുള്ളത് പോലും അറിയാതെ പോകുന്ന കുറെ ആളുകൾ ഉണ്ട് എന്നാണ്. എന്തെങ്കിലും ഒരു കഴിവ് നമുക്ക് വളരെ എക്സ്പേർട്ട് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ല് നമുക്ക് ഉണ്ടാകും എന്നാണ് പറയണത്. കുറെ ആൾക്കാരുണ്ട് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കഴിവില്ല എന്ന് പറയുന്ന ആളുകൾ, അവരൊക്കെ ഈ ഒരു സെൽഫ് റിയലൈസേഷനിക്ക് എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. സോ ഇൻഡിവിജ്വൽ ക്യാൻ ഡെവലപ്പ് ദെയർ പൊട്ടൻഷ്യൽ. ഓരോ ഇൻഡിവിജ്വലിനും അവന്റെ പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. മേക്കിംഗ് പേഴ്സൺസ് ഗുഡ് സിറ്റിസൺ. അങ്ങനെ നമുക്കുള്ള സ്കില്ലുകൾ, നമുക്കുള്ള പേഴ്സണാലിറ്റി ഒക്കെ ഇംപ്രൂവ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ദ ഫൈനൽ ഔട്ട്കം എന്ന് പറയുന്നത് ബി എ ഗുഡ് സിറ്റിസൺ, ഒരു നല്ല മനുഷ്യനാവുക എന്നുള്ളതാണ്. അപ്പൊ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം എന്നുള്ളത് നല്ല മനുഷ്യരെ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. ദെൻ സോഷ്യൽ എയിം ആണ് ജസ്റ്റ് സൂചിപ്പിക്കുന്നത്. പ്രൊഫസർ ബാഗ്ലെ ആൻഡ് ജോൺ ഡിവി അവർ പറയുന്നത് എഡ്യൂക്കേഷൻ ടു പ്രൊഡ്യൂസ് സോഷ്യലി എഫിഷ്യന്റ് ഇൻഡിവിജ്വൽസ്. സമൂഹത്തിന് ഗുണമുള്ള ആളുകളാക്കി വളർത്തിയെടുക്കുക എന്നുള്ളതാണ് എഡ്യൂക്കേഷന്റെ മറ്റൊരു എയിം, അല്ലെങ്കിൽ ജനറൽ എയിമിൽപ്പെട്ട രണ്ടാമത്തെ എയിം.
സോ എയിം ടു ലേൺ സോഷ്യൽ നോംസ് ആൻഡ് അഡാപ്റ്റ് ബിഹേവിയർ അക്കോർഡിംഗ്ലി. സമൂഹത്തിന്റെ നിയമങ്ങള്, സമൂഹത്തിന്റെ ബിഹേവിയർ, സോഷ്യൽ നോംസ്, സോഷ്യൽ ബിഹേവിയർ, സോഷ്യൽ ജസ്റ്റിസ്, സോഷ്യൽ കസ്റ്റംസ്, ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഒരു കുട്ടി പഠിച്ചെടുക്കുക. ദെൻ ആക്ട് അക്കോർഡിംഗ് ടു ദ നോംസ് ഇൻ ദ സൊസൈറ്റി. സമൂഹത്തിൽ അതിന്റെ നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു ലക്ഷ്യമായിട്ട് കാണുന്നത്. Then get trained to earn his livelihood and fulfill self needs. ഒരാളുടെ ജീവിതം കൊണ്ട് അവന്റെ അവന്റെ സെൽഫായിട്ടുള്ള കുറെ ആവശ്യങ്ങളുണ്ട്, സമൂഹത്തിന് കുറെ ആവശ്യങ്ങളുണ്ട്, ഫാമിലിക്ക് കുറെ ആവശ്യങ്ങളുണ്ട്, അയൽവാസികൾക്ക് കുറെ ആവശ്യങ്ങളുണ്ട്. സോ അതെല്ലാം നിറവേറ്റപ്പെടുക, ഫുൾഫിൽമെന്റ് എന്നുള്ള സംഭവമാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ഗോൾസ് ഓഫ് സോഷ്യൽ എയിം ഓഫ് എഡ്യൂക്കേഷൻ ആണ്. ജനറൽ ആയിട്ടുള്ള കുറച്ച് എയിംസ്, സോഷ്യൽ എയിമുകൾ കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഗുഡ് ഹെൽത്ത് ആൻഡ് വൈറ്റാലിറ്റി. നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് പേഴ്സൺ ആവുക, ഗുഡ് ഹെൽത്ത് കീപ്പ് ചെയ്യുക. അത് നമുക്കും നമ്മുടെ സമൂഹത്തിനും എല്ലാത്തിനും നല്ലതാണ്. ദെൻ വൊക്കേഷണൽ എഫിഷ്യൻസി ആണ്. ഒരാൾക്ക് നല്ല ഒരു വൊക്കേഷണൽ ട്രെയിനിങ് കിട്ടുക, എന്തൊരു പർട്ടിക്കുലർ ജോബ് ചെയ്യാൻ വേണ്ട ഒരു സ്കില്ല്, ക്വാളിഫിക്കേഷൻ, ട്രെയിനിങ് കിട്ടുക എന്നുള്ളതാണ് 2. 3 സിമ്പിൾ സ്കിൽസ് റിക്വയർഡ് ഫോർ എ ഗുഡ് ലൈഫ്. നമുക്ക് നല്ലൊരു ജീവിതം നയിക്കാൻ വേണ്ട സിമ്പിൾ സ്കില്ലുണ്ട്, അത് അഡ്ജസ്റ്റ്മെന്റ്, അണ്ടർസ്റ്റാൻഡിങ് പോലുള്ള സിമ്പിൾ സ്കില്ലുകളെ അക്വയർ ചെയ്യാം. ആൻഡ് 4 കോഓപ്പറേഷൻ വിത്ത് അതർ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി ആൻഡ് സൊസൈറ്റി ആൾസോ. ഫാമിലിയിലുള്ള അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള മറ്റുള്ള കോ മെമ്പേഴ്സുമായിട്ട് ഒരു റാപ്പോ ബിൽഡ് ചെയ്യുക, അത് നല്ലൊരു കോണ്ടാക്ട്, നല്ലൊരു കണക്ഷൻ ബിൽഡ് ചെയ്യുക. 5 ഗുഡ് പാരന്റ്ഹുഡ്, നല്ല ഒരു പാരന്റ് ആയി മാറുക, നല്ലൊരു ബീങ് എ ഗുഡ് ഫാദർ, ബീങ് എ ഗുഡ് മദർ ആൻഡ് ബീങ് എ ഗുഡ് സിസ്റ്റർ, അങ്ങനെയൊക്കെ പറ്റും. ദെൻ ഗുഡ് സിറ്റിസൺഷിപ്പ്, ഓക്കെ, ബീങ് എ ഗുഡ് സിറ്റിസൺ, ഹ്യൂമൻ ബീങ്, ആൻഡ് സ്പെൻഡിങ് യൂസ്ഫുള്ളി വൺസ് ലെഷർ ടൈം. സ്പെൻഡിങ് ആയിരിക്കും. നമ്മുടെ ലെഷർ ടൈമിനെ വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയുക, നമുക്ക് ഒഴിവ് സമയങ്ങളെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയുക. അങ്ങനെ ഒഴിവ് സമയങ്ങളെ നിങ്ങളൊക്കെ എങ്ങനെ ഉപയോഗിക്കാറുള്ളത്? ലെഷർ ടൈമിനെ എന്താ ചെയ്യാറുള്ളത്? പ്രായ മാച്ച് കാണും, ക്രിക്കറ്റ് പഴയ മാച്ച് ആണോ? സച്ചിന്റെയും സെഹ്വാഗിന്റെ ഒക്കെ മാച്ച് ആണോ? അതെ അതെ അതെ. ഫാത്തിമ ഈസ് വെരി ടോട്ടലി ഡിഫറെന്റ്. വേറെ ലെഷർ ടൈം കിട്ടിയാൽ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കണേ? ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറീസ് കണ്ടിരിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും. പിന്നെ റീഡിങ്, ബുക്സ് വായിക്കാറുണ്ട് സാർ. ലൈബ്രറി റീഡിംഗ് ഉള്ള ആളുകളുണ്ട്. ഓക്കെ, വേറെ ഗാർഡനിങ്ങിന് പോകുന്ന ആളുകളുണ്ട്. ഓക്കെ, ഗുഡ്. നല്ല ബിസി ഉള്ള ഒരാൾക്ക് ലെഷർ ടൈം കിട്ടുകയാണെങ്കിൽ അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് എന്താ പറയുക? നമുക്ക് ഉറങ്ങല്ല, വെറുതെ ഇരിക്കുക, ഒന്നും ചെയ്യാതിരിക്കുക. ഓക്കെ, ദെൻ ഇനി നമ്മൾ ബാക്കി ഇതിപ്പോ ഒന്നിച്ച് ഇങ്ങനെ പറഞ്ഞേക്കാം കേട്ടോ. നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഇൻഡിവിജ്വൽ എയിം 1 കൊടുത്തു, 2 ലെഷർ സോഷ്യൽ എയിം ആണ്. ഇത് ജനറൽ എയിമിന്റെ ഭാഗമാണ്. ഇനി നമ്മള് ജനറൽ എയിമും പിന്നെ എന്ത് എയിമാ ഉള്ളത്? ഓക്കെ, ഇതിങ്ങനെ ഇനി കണ്ടിന്യൂ ചെയ്ത് പോവാണ് കേട്ടോ. 3 നോളജ് എയിം ആണ്. നോളജ് എയിം ദാറ്റ് മീൻസ് അക്വയറിംഗ് നോളജ് എന്നത് വിദ്യാഭ്യാസം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കൊണ്ട് കുറെ നോളജ് ഉണ്ടാക്കണം, അതാണ് ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. സോ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ പേഴ്സണാലിറ്റി ഇതിന്റെ ഒരു എയിം ആണ്. കാരണം നോളജും കോഗ്നിഷനും ഒക്കെ തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു പോയിന്റ് പറഞ്ഞത്. അക്വിസിഷൻ ഓഫ് നോളജ് എന്നുള്ളതാണ് ഇതിന്റെ യഥാർത്ഥ ഡെഫിനിഷൻ. ഓക്കെ, സോ നോളജ് ഷാർപ്പൻസ് അവർ മൈൻഡ്. നല്ല അറിവുള്ള ഒരാളെ സംബന്ധിച്ച് മൈൻഡിന്റെ ഓരോ പ്രവർത്തനങ്ങളും ഷാർപ്പൻ ചെയ്യും എന്നാണ് പറയുന്നത്. 4 വൊക്കേഷണൽ എയിം ആണ്. എനേബിൾ ദ ചൈൽഡ് ടു ടേക്ക് അപ്പ് സം വൊക്കേഷൻ ഇൻ ഓർഡർ ടു ഏൺ ഹിസ് ലൈവ്ലിഹുഡ്. അഥവാ നമുക്ക് ജീവിതം കെട്ടിപ്പടുക്കണമല്ലോ, അപ്പൊ അതിനുവേണ്ടി ഒരു വൊക്കേഷൻ, ഒരു ജോബ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ ശരിക്കും ഒരു ഡിഗ്രി വരെ പഠിച്ച ഒരാൾക്ക് സംബന്ധിച്ചു അല്ലെങ്കിൽ PG വരെ പഠിച്ച ഒരാൾക്ക് ഒരു വൊക്കേഷണൽ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടാവോ? ഇല്ല. ഉദാഹരണങ്ങൾ ഞങ്ങൾ തന്നെ ഇതാ, ഞങ്ങൾ നമ്മുടെ സ്വന്തത്തെ തളർത്തരുതേ. അല്ല, ഞാനിപ്പോ കുറെ ആൾക്കാരെ പരിചയപ്പെട്ടു, എല്ലാവരും ഭയങ്കര സ്കിൽഫുൾ ആണ്. എല്ലാവരും ഈ എന്റേതായ ലെവലിൽ സ്കിൽഫുൾ ആയിരിക്കും, അവരുടേതായ ലെവലിൽ ആയിരിക്കും ഉണ്ടാവുക. അതായത് നേരത്തെ പറഞ്ഞതേ, ചില ആളുകൾ സെൽഫ് ഐഡന്റിറ്റിക്ക് അല്ലെങ്കിൽ സെൽഫ് റിയലൈസേഷൻക്ക് എത്തിയിട്ടുണ്ടാവില്ല.
അപ്പം ആക്ച്വലി നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു വലിയ പരാജയമായിട്ട് അതിനെ കാണാറുണ്ട്. ഡിഗ്രി വരെ പഠിച്ചാലും ആ ബുക്കിഷ് നോളജ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഇങ്ങനെ പോകും. അല്ലാണ്ട് നമ്മുടെ ലൈഫ് സ്കില്ലുകളൊന്നും അക്വയർ ചെയ്യൂല. ഒരു ട്രാഫിക് റൂൾ പഠിക്കണില്ല, ഒരാളടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യാന്ന് പഠിക്കണില്ല, അല്ലെങ്കിൽ സോഷ്യൽ സ്കില്ലുകൾ കുറെ പഠിക്കണില്ല, ഇൻഡിവിജ്വൽ സ്കില്ല് കുറെ പഠിക്കണില്ല എന്നൊക്കെയുള്ള ഒരു വിമർശനം ബുക്കിഷ് നോളജ് ആണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ തന്നെ ആണ്. പിന്നെ ഞാനൊക്കെ പ്ലസ് 1 പ്ലസ് 2 VHSC ആണ് പോയത്, വൊക്കേഷണൽ സെക്കൻഡറി ഹയർ സെക്കൻഡറി പോയത്. അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു വൊക്കേഷണൽ ട്രെയിനിങ്ങുമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നേരെ പ്ലസ് 2 പോയ കുട്ടികൾ പിന്നെ ഒന്നും കിട്ടാതെ പോന്നപ്പോൾ ഞങ്ങളൊക്കെ മെയിൻ്റനൻസ് ആൻഡ് റിപ്പയറിംഗ് ഓഫ് ടെലിവിഷൻ ആൻഡ് റേഡിയോ എന്നുള്ള കോഴ്സ് എടുത്തത്. അതുകൊണ്ട് വീട്ടിൽ TV ആടന്നാല്, അല്ലെങ്കിൽ വയറിങ്ങുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് സംബന്ധമായി ഒന്ന് സോൾവ് ചെയ്യാന്, അല്ലെങ്കിൽ അതിന്റെ ഓരോരോ പാർട്സിനെ കുറിച്ച് അതൊക്കെ ഞങ്ങൾ പഠിച്ചുകൊണ്ട് അത്യാവശ്യം വീട്ടിൽ വേണ്ട സാധനങ്ങളും അങ്ങനത്തെ വയറിങ്, സ്വിച്ച് കിടന്നാല്, ബൾബ് കിടന്നാല് ഇതൊക്കെ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ് ഞങ്ങളൊരു അഡ്വാൻറ്റേജ്. ഓക്കെ, സോ വൊക്കേഷണൽ കോഴ്സുകൾ ഈസ് വെരി എസെൻഷ്യൽ ആൻഡ് ഇമ്പോർട്ടൻറ്റ്. ഇതിൽ 5 മോറൽ എയിം ആണ്. മൊറാലിറ്റി പഠിപ്പിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫോർമേഷൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എന്താ മൊറാലിറ്റി ആണാല്? മോറൽസ്, മൊറാലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ എന്താ? നമ്മളെ സെൽഫില് നമ്മളെ ഉള്ളിലുള്ള ഒരു സാധനം. ഉള്ളിലുള്ള ഒരു സാധനമോ? എന്തെങ്കിലും പറയാ, എനിക്ക് ഡെഫിനിഷൻ ഒന്നും അറിയില്ല. നമ്മൾ ഈ ഹോണസ്റ്റി, ഇന്റഗ്രിറ്റി എന്നൊക്കെ പറയുന്നതാണോ? ആണോ വെച്ചാൽ എല്ലാതും ആണ്. ധാർമ്മികത എന്നല്ലേ ധാർമ്മികമായിട്ടുള്ള നമ്മള് റിലീജിയസ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ അധികം മോറൽ എഡ്യൂക്കേഷൻ. റിലീജിയസ് ആണോ ഉദ്ദേശിച്ചത്? എന്തിനു മതം? ഗുഡ് പേഴ്സൺ ആവാൻ. നല്ല മനുഷ്യരെ ഉണ്ടാക്കുക എന്നൊക്കെ തന്നെയാണ് മതത്തിന്റെ ലക്ഷ്യം. സോ മൊറാലിറ്റി അങ്ങനെ തന്നെയാണ്. അഥവാ നല്ല സത്യവും തിരിച്ചറിയാൻ പറ്റുക. എന്തോ ഡിസിപ്ലിൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒക്കെ മൊറാലിറ്റിയുടെ ഭാഗം തന്നെയാണ്. കൂടുതലായിട്ട് നന്മകളെയും തിന്മകളെയും തിരിച്ചറിയാൻ പറ്റുക, നന്മകൾ കൂടുതൽ ചെയ്യാൻ പറ്റുക, മറ്റൊരാൾക്ക് നന്മ വരുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. സോ ഫോർമേഷൻ ഓഫ് ഗുഡ് ക്യാരക്ടറിസ്റ്റിക്സ്, ക്യാരക്ടർ ഇതിന്റെ ഭാഗമാണ്. ഡെവലപ്പ് സ്ട്രെങ്ത് ഓഫ് വിൽ ആൻഡ് പ്യൂരിറ്റി ഓഫ് ക്യാരക്ടർ. ക്യാരക്ടർ പ്യുവർ ആക്കുക എന്ന് പറഞ്ഞാൽ സത്യം മാത്രം പറയാ, ഒരാളെ വഞ്ചിക്കാതിരിക്കുക, ഒരാൾക്ക് നമുക്ക് അർഹതപ്പെടാതെ നേടാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കുറെ സംഭവങ്ങൾ മോറൽസിന്റെ അല്ലെങ്കിൽ മൊറാലിറ്റിന്റെ ഭാഗമാണ്. ട്രെയിനിങ് ടു പെർസ്യൂ വെർച്യൂ, നന്മയെ ഫോളോ ചെയ്യുക. പെർസ്യൂ ചെയ്യാൻ ഫോളോ ചെയ്യുക, നന്മകളെ ഫോളോ ചെയ്യാനുള്ള ഒരു കഴിവ് കൂടി സ്കൂളിൽ നിന്ന് കിട്ടണം എന്നാണ് പറയണേ. ശരിക്കും നമ്മളിപ്പോ ഒരു കുട്ടി ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്ക് സൊസൈറ്റിയിൽ എങ്ങനെ പെരുമാറണം, ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും റോഡിൽ എങ്ങനെ പെരുമാറണം, ഒരു മാളിൽ പോയി എങ്ങനെ പെരുമാറണം, സോഷ്യൽ മീഡിയ എങ്ങനെ പെരുമാറണം, വീട്ടിൽ എങ്ങനെ പെരുമാറണം, കുട്ടിയോട് എങ്ങനെ പെരുമാറണം, മുതിർന്നവരോട് എങ്ങനെ പെരുമാറണം, ഇങ്ങനെയുള്ള എല്ലാ സ്കില്ലും ശരിക്കും സ്കൂളിൽ നിന്ന് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്ക് കിട്ടണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. പക്ഷെ ഒന്നും കിട്ടൂല എന്നുള്ളതാണ് അതിന്റെ സത്യം. ഒന്നും കിട്ടൂല എന്നല്ല, പക്ഷെ വേണ്ടത് മുഴുവൻ കിട്ടുന്നുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ ബാക്കിയാണ്. 6th വൺ ദ കംപ്ലീറ്റ് ലിവിങ് എയിം ആണ്. മൊത്തത്തിലൊരു മനുഷ്യന് മൊത്തം ജീവിക്കാൻ വേണ്ട എല്ലാ സ്കില്ലും എന്ത് വേണം? എഡ്യൂക്കേഷൻ കൊണ്ട് കിട്ടണം എന്നുള്ളതാണ്. ഹെർബർട്ട് സ്പെൻസർ പറഞ്ഞു വെച്ചൊരു പോയിന്റ് അതിൽ പറയുന്നുണ്ട്, ഇസ് ദ സ്പോൺസർ ഓഫ് ദിസ് എയിം. ഹെർബർട്ട് സ്പെൻസർ ആണ് ദ കംപ്ലീറ്റ് ലിവിങ് എയിം ആണ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു വെച്ചത് കേട്ടോ. സോ എഡ്യൂക്കേഷൻ എനേബിൾസ് ടു ട്രീറ്റ് ദ ബോഡി, മൈൻഡ് ആൻഡ് സോൾ. നമ്മളെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യാനും മാനേജ് ചെയ്യാനും ഇംപ്രൂവ് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും ഒക്കെ എഡ്യൂക്കേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 7th വൺ ഹാർമോണിയസ് ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി ആണ്. ഒരു മൊത്തമായുള്ള ഒരു ഡെവലപ്മെന്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദ ഡെവലപ്മെന്റ് ഓഫ് ഓൾ പവേഴ്സ് ആൻഡ് കപ്പാസിറ്റീസ്, ഫിസിക്കൽ, ഇന്റലക്ച്വൽ, ഇമോഷണൽ, മോറൽ, എയ്സറ്റിക്, സോഷ്യൽ, സ്പിരിച്വൽ. നമുക്ക് ശാരീരികമായിട്ട് നമുക്ക് അസുഖം വന്നാൽ എന്താ ചെയ്യേണ്ടത്, അസുഖം വരാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്, ബോഡി ഹെൽത്ത് കീപ്പ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, അറിയണം. ഇതിന് ബുദ്ധിപരമായിട്ട് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്, നമുക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ക്രിട്ടിസൈസ് ചെയ്യാനും അനലൈസ് ചെയ്യാനും ഒക്കെ പറ്റണം. ഇമോഷണൽ വെൽബീയിങ്, ഇമോഷണൽ ബാലൻസ് കീപ്പ് ചെയ്യാൻ നമുക്ക് പറ്റുക. എക്സ്ട്രീം ആയിട്ട് ഇമോഷണലി നമ്മൾ നേരിടാതെ ഒരു ഇമോഷണൽ ബാലൻസ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുക. മോറൽസ് നമ്മൾ നേരത്തെ പോലെ വേർച്യൂ ഫോളോ ചെയ്യാൻ പറ്റുക. എയ്സറ്റിക്, എല്ലാത്തിനും ഒരു സൗന്ദര്യം കാണാൻ പറ്റുക. ഓക്കെ, സീ ദ ബ്യൂട്ടി ഓഫ് എവറിഥിങ്. നമ്മൊരു കടലിനെ കണ്ടാല് ആ കടലിനൊരു ഓളുണ്ട്, ഒരു സൗന്ദര്യമുണ്ട്. അല്ലെങ്കിൽ ഒരു കിളിയെ കണ്ടാല്, അല്ലെങ്കിൽ ഒരു മരത്തെ കണ്ടാല് എല്ലാത്തിനും ഒരു സൗന്ദര്യമുണ്ട്. ഓക്കെ, സോ അതിലൊക്കെ ഒരു താളം കണ്ടെത്താൻ പറ്റുക. ദെൻ സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ ഡെവലപ്മെന്റ്, ഇതെല്ലാം കൂടിയും ഡെവലപ്പ് ചെയ്ത് വരണം എന്നുള്ളതാണ്. അതാണ് ഹാർമോണിയസ് ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ദെൻ 8 ലെഷർ എയിം ആണ്, അഥവാ ടു സ്പെൻഡ് ലെഷർ ടൈം യൂസ്ഫുള്ളി ഓർ യൂസ് ദ ലെഷർ ടൈം മീനിങ് എന്നൊക്കെ നമുക്ക് അതിൽ പറയാം. സോ ദ ലെഷർ ടൈം ഷുഡ് ബി പ്രോഫിറ്റബിൾ. ഒഴിവ് സമയങ്ങളെ നമുക്ക് പ്രോഫിറ്റബിൾ ആക്കി മാറ്റാൻ നമുക്ക് പറ്റുക എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. അപ്പം ഏകദേശം എല്ലാ പിന്നെ എന്ത് വന്നു, ഇതിൽ ഏതാണ് വരാതെ പോയത്? ഇതിലുണ്ടാ? ബുക്കിൽ ഒരു എക്കണോമിക് ടീം ഒക്കെ കാണുന്നുണ്ട്. 6, 2, 8 ഒക്കെ വന്നില്ലേ? നോളജ്, വൊക്കേഷണൽ, മോറല്, ദ കംപ്ലീറ്റ് ലിവിംഗ് ഇൻ ഹാർമോണിയസ് ലെഷർ ടൈം. ഓക്കെ. ഇനി നാഷണൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. ഇതില് ഡോക്ടർ DC കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിനെ പറ്റി കേൾക്കണോ? നിലവിലുള്ളത് കോത്താരി കമ്മീഷന്റെ റിപ്പോർട്ട് പൂർണ്ണമായി ഇത് പഠിക്കാനൊന്നുമില്ല. ആ റിപ്പോർട്ടിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ ആണ് ഇതിൽ മാത്രം പറയുള്ളൂ കേട്ടോ. ഒന്ന് റിലേറ്റിംഗ് എഡ്യൂക്കേഷൻ ടു പ്രൊഡക്ടിവിറ്റി എന്നുള്ളതാണ്. അഥവാ നമ്മൾ എല്ലാ സ്റ്റുഡൻസും പ്രൊഡക്റ്റീവ് ആകണം. അതൊരു കുറച്ച് ഇതിനുള്ള ചില മെസ്സേജസോ അല്ലെങ്കിൽ ചില പോയിന്റ്സ് മാത്രമേ ഇതിലുള്ളൂ. നമുക്ക് ഇപ്പൊ പഠിക്കാനുള്ളൂ. ഓക്കെ, ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിവേ, സ്ട്രെങ്തനിങ് സോഷ്യൽ ആൻഡ് നാഷണൽ ഇന്റഗ്രേഷൻ. നമ്മുടെ സോഷ്യൽ ഇന്റഗ്രേഷൻ ആൻഡ് നാഷണൽ ഇന്റഗ്രേഷൻ, സമൂഹങ്ങൾ തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം, അതൊക്കെ കൂട്ടി യോജിപ്പിക്കുന്നതാണ് നമ്മൾ നാഷണൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ആളുകൾക്ക് വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ രാജ്യത്തിന് ചില ലക്ഷ്യങ്ങളുണ്ട്. ഇപ്പൊ പ്രൊഡക്റ്റീവായ ആളുകൾ ഉണ്ടാക്കുക, നാഷണൽ ഇന്റഗ്രേഷൻസ്, പരസ്പര ഐക്യം കൂട്ടിയുറപ്പിക്കുക, കൺസോളിഡേറ്റിംഗ് ഡെമോക്രസി ആസ് എ ഫോം ഓഫ് ഗവൺമെന്റ് ആൻഡ് ഹെൽപ്പിംഗ് ദ കൺട്രി ടു അഡോപ്റ്റ് ഇറ്റ് ആസ് എ വേ ഓഫ് ലൈഫ്. കൺസോളിഡേറ്റിംഗ് ഡെമോക്രസി ആസ് എ ഫോം ഓഫ് ഗവൺമെന്റ്, നമ്മുടെ നാട് ഡെമോക്രസി കൊണ്ടുവരാം, അത് എന്ത് ചെയ്യാണ്, വർക്ക് ആസ് എ ഫോം ഓഫ് ഗവൺമെന്റ് ആൻഡ് ഹെൽപ്പിംഗ് ദ കൺട്രി ടു അഡോപ്റ്റ് ഇറ്റ് ആസ് എ വേ ഓഫ് ലൈഫ്. നമ്മുടെ നാട്ടില് ഡെമോക്രസി അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ, ഡെമോക്രസി കൊണ്ടുവരണമെങ്കിൽ ജനങ്ങൾക്ക് എന്ത് വേണം, അതിന് കൃത്യമായ അറിവുണ്ടാവണം, അല്ലെങ്കിൽ നോളജ് ഉണ്ടാവണം, എഡ്യൂക്കേഷൻ ഉണ്ടാവണം. ആക്സിലറേറ്റിംഗ് ദ പ്രോസസ് ഓഫ് മോഡേണൈസേഷൻ. നമുക്ക് കുറെ ഐസേഷൻസ് ഉണ്ട്. മോഡേണൈസേഷൻ, സെക്യുലറൈസേഷൻ, ലിബറലൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സംഭവങ്ങളുണ്ട്. അങ്ങനെ മോഡേണൈസേഷനെ എന്ത് ചെയ്യണം, നാട്ടിലേക്ക് എത്തിക്കണം. ശരിക്കും വേണോ നമുക്ക്? നമ്മൾ എപ്പോഴും ഇങ്ങനെ മോഡേണൈസേഷൻ വിധേയമായിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ? അതെ, കാലത്തിനനുസരിച്ചിട്ട് മാറണം. ശരിക്കും മോഡേണൈസേഷനും വെസ്റ്റേണൈസേഷനും ലിബറലൈസേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഇടുങ്ങിയ ചിന്താഗതി ഒന്ന് വലുതാക്ക അല്ലേ? ഒന്നല്ല, മൂന്ന് കാഴ്ചപ്പാടാ. ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഉണ്ടായിരുന്ന കാര്യങ്ങൾക്ക് ഒരു ഇളവ് കൊടുക്കുക, അങ്ങനെയുള്ള സംഭവം അല്ലേ? ഒരു 1990s മുതലൊക്കെ 90 മുതലൊക്കെ ഗവൺമെന്റ് പോളിസിയാണ്. പ്രൈവറ്റൈസേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെയാണ് ലിബറൽ, അങ്ങനെ എന്തോ അല്ലേ? ഗ്ലോബലൈസേഷന്റെ ഭാഗമായി വന്നതാണ് ഈ ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഒക്കെ. ഗവൺമെന്റ് അവരുടെ പോളിസികൾ ലിബറൽ ആക്കി എന്നുള്ളതാണ്. കൂടുതൽ പ്രൈവറ്റ് ഏജൻസീസ് നമ്മുടെ നാട്ടിൽ വന്നതാണ്. എന്നാൽ മോഡേണൈസേഷനും വെസ്റ്റേണൈസേഷനും വേറൊരു കോൺസെപ്റ്റ് ആണ്. അതറിയോ? മോഡേണൈസേഷൻ അഡോപ്റ്റിംഗ് ന്യൂ ടെക്നിക്സ് ആണോ? ആണ്. അപ്പൊ വെസ്റ്റേണൈസേഷനോ? പിന്നെ കൾച്ചറെല്ലാം വരും. നമ്മള് അഡോപ്റ്റിംഗ് വെസ്റ്റേൺ കൾച്ചർ അല്ലെങ്കിൽ വെസ്റ്റേൺ കൾച്ചർ. നമുക്ക് ഒരു പുതിയത് വെസ്റ്റേൺ കൾച്ചർ കണ്ട് അത് നമ്മൾ അഡോപ്റ്റ് ചെയ്യുമ്പോൾ അത് വെസ്റ്റേണൈസേഷൻ. എന്നാൽ വെസ്റ്റേൺ കണ്ടതല്ലാതെ ഇപ്പൊ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്യണതോ അല്ലെങ്കിൽ വേറെ രാജ്യത്തു നിന്നൊക്കെ കിട്ടുന്ന സംഭവങ്ങളെ നമ്മൾ ജസ്റ്റ് നോക്കുന്നത്, അഡോപ്റ്റ് ചെയ്യണതാണ് മോഡേണൈസേഷൻ. ഓക്കെ, ജസ്റ്റ് വെസ്റ്റേണൈസേഷനിൽ ആക്ച്വലി മോഡേണൈസേഷൻ തന്നെയാണ്, പക്ഷെ ഒരു വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് അതിലുണ്ടാവും. അപ്പൊ ആക്ച്വലി നമുക്ക് മോഡേണൈസേഷൻ വേണമെന്നാ പറയുന്നത്. എല്ലാത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരണം. നമ്മുടെ ചിന്താഗതിയിലും ഡ്രസ്സിങ്ങിലും ഫുഡ് സ്റ്റൈലും എല്ലാത്തിലും മോഡേണൈസേഷൻ വിധേയമാക്കപ്പെട്ട ഒരു രാജ്യമാണ് നമ്മൾ. സോ അത് എഡ്യൂക്കേഷൻ കൊണ്ട് അത് സാധിക്കും എന്നാ പറയണേ. ബിൽഡിംഗ് ക്യാരക്ടർ ബൈ കൾട്ടിവേറ്റിംഗ് സോഷ്യൽ, മോറൽ ആൻഡ് സ്പിരിച്വൽ വാല്യൂസ്. നല്ല മനുഷ്യരുണ്ടാക്കുക, നല്ല ഇൻഡിവിജ്വൽസിനെ ഉണ്ടാക്കുക. അത് വെറുതെ ഉണ്ടാക്കിയാൽ പോരാ. കൾട്ടിവേറ്റിംഗ് സോഷ്യൽ വാല്യൂ, മോറൽ വാല്യൂ ആൻഡ് സ്പിരിച്വൽ വാല്യൂ. ഇതൊക്കെ മുന്നേ പറഞ്ഞ പോയിന്റ്സ് ആണ്. ഓക്കെ, ഇനി ഫങ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്. ഫങ്ഷൻസ് ടുവേർഡ്സ് ഇൻഡിവിജ്വൽ ഉണ്ട്, ടുവേർഡ്സ് സൊസൈറ്റി ഉണ്ട്. ഓക്കെ, ഫങ്ഷൻസ് രണ്ടുപേരെയും ഉണ്ട്. സമൂഹത്തിലേക്കുള്ള ഫങ്ഷൻസും ഇൻഡിവിജ്വലിലേക്കുള്ള ഫങ്ഷനും ഉണ്ട്. ഫസ്റ്റ് ടുവേർഡ്സ് ഇൻഡിവിജ്വൽ ആണ്.
ഹെൽപ്സ് ഇൻ സ്ട്രെങ്തനിങ് ദ പേഴ്സണാലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഇനി ഈ പറയണേ ഫങ്ഷൻസ് ഓഫ് ടുവേർഡ് ഇൻഡിവിജ്വലും ടുവേർഡ് സൊസൈറ്റി ആണെങ്കിൽ രണ്ടും കുറെ പോയിന്റ് റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ മുന്നേ പറഞ്ഞ നാച്ചുർ ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എഡ്യൂക്കേഷനിലൊക്കെ വന്ന പോയിന്റുകൾ ഇവിടെ റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഒന്ന് സ്ട്രെങ്തനിങ് ദ പേഴ്സണാലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ആണ്, അത് ഓൾറെഡി പറഞ്ഞതാണ്. ദെൻ പ്രൊമോട്ട്സ് എത്തിക്കൽ ബിഹേവിയർ, ദാറ്റ് മീൻസ് നമ്മൾ മൊറാലിറ്റി എന്നാണ് ഇതിന് പകരം അവിടെ ഉപയോഗിച്ച വാക്ക്. 3 ട്രാൻസ്ഫോം എ പേഴ്സൺ ആൻഡ് മേക്സ് ഹിം മോർ ബാലൻസ്ഡ് ആൻഡ് കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ബാലൻസ്ഡ് ബിഹേവിയർ അല്ലെങ്കിൽ ബാലൻസ്ഡ് ക്വാളിറ്റീസ് എന്നൊക്കെയുള്ള സാധനം പറഞ്ഞു. അതിനാണ് ഇവിടെയും ആളെ കാം ആക്കുക, കൂടുതൽ ബാലൻസ്ഡ് ആക്കുക, ഇമോഷണൽ ബാലൻസ്, ബോഡി, മൈൻഡ്, സ്പിരിറ്റ്, സോള്, ഇതിലൊക്കെ ഒരു ബാലൻസ്ഡ് പേഴ്സൺ ആക്കി മാറ്റുക. നാല് ഹാവിങ് ബ്രോഡർ പേഴ്സ്പെക്റ്റീവ് ടുവാർഡ്സ് ലൈഫ്, ഒരു വിശാലമായ കാഴ്ചപ്പാട്, പേഴ്സ്പെക്റ്റീവ്, ഒരു വീക്ഷണം, ലൈഫിനെ കുറിച്ചിട്ട് ബ്രോഡർ ആയിട്ടുള്ള ഒരു ബ്രോഡ് വ്യൂ, ബ്രോഡ് പേഴ്സ്പെക്റ്റീവ് ഉണ്ടാക്കുക. 5 ഇംപ്രൂവ് ദ ഫ്യൂച്ചർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ, ഒരാളുടെ ഫ്യൂച്ചർ ലൈഫിനെ എന്ത് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യിക്കുക. ഈ ഫ്യൂച്ചർ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഫ്യൂച്ചറിന്റെ ഒരു ടീച്ചറും ഫ്യൂച്ചറും നമ്മളൊരു കഥ അറിയോ? അറിയില്ല? ആർക്കെങ്കിലും അറിയണ്ടാവല്ലോ, ഒരു ഫേമസ് സ്റ്റോറിയാണ്. പല തരത്തിലുള്ള കഥ ഉണ്ട് കേട്ടോ. അറിയില്ലെങ്കിൽ ജസ്റ്റ് ചെറുതാക്കി എന്ന് പറഞ്ഞുതരാം. ടീച്ചർ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടൊക്കെ പിന്നെ ടീച്ചർ ഇങ്ങനെ വായിച്ച് ഇങ്ങനെ മീനിങ്ങോ എന്തൊക്കെ ചോദിക്കാണ്. അപ്പോ ടീച്ചർ ഒരു കുട്ടിയോട് പറഞ്ഞു, എനിക്ക് നെട്ടൂരെ എന്നുള്ള വാക്കിന്റെ മീനിങ് എന്താ? ടീച്ചർ തലേദിവസം എടുത്ത് ചോദിച്ചു നോക്കിയാൽ എന്തൊക്കെയാണ്. അപ്പൊ കുട്ടി പറഞ്ഞു അറിയില്ല. അപ്പൊ ടീച്ചർ പറഞ്ഞു അത് അറിയാതിരിക്കാൻ പറ്റില്ല, കാരണം കഴിഞ്ഞ ക്ലാസ്സിനെ പഠിപ്പിച്ചെന്നാണ്. അപ്പൊ കുട്ടി ഭയങ്കരമായി പ്രഷർ ചെയ്തു, കുട്ടി കിട്ടണില്ല. കുട്ടിയോട് പറഞ്ഞു നാളെ വരുമ്പോ അടുത്ത ദിവസം വരുമ്പോ എന്ത് ചെയ്യണം, കണ്ടെത്തിയിട്ട് വരണം പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം വരികയാണ്. ഈ കുട്ടി ക്ലാസ്സിലുണ്ട്. ടീച്ചർ വന്ന ഉടനെ കുട്ടിയോട് ചോദിക്കുകയാണ് എന്താണ് നെട്ടൂരെ എന്നുള്ളതിന്റെ മീനിങ്. അപ്പൊ കുട്ടി കിട്ടണില്ല. അപ്പൊ വീട്ടിൽ പോയിട്ടൊക്കെ അന്വേഷിച്ചു നെട്ടൂരെ എന്നുള്ള വാക്കിന് അർത്ഥം അറിയോ? ആർക്കും അറിയണില്ല. ഇംഗ്ലീഷിൽ അങ്ങനെ വാക്കും കേട്ടതായിട്ട് അറിയണില്ല. അപ്പൊ കുട്ടി വളരെ നിസ്സഹായമായ ക്ലാസ്സിൽ വന്നു. അപ്പോ ടീച്ചർക്ക് ഇത് കണ്ടപ്പോ ദേഷ്യം കൂടി. കാരണം വീട്ടിൽ പോയി അന്വേഷിച്ച് കണ്ടെത്തി വന്ന് പഠിക്കാൻ പറഞ്ഞിട്ട് പോലും കേൾക്കണില്ല. അപ്പൊ അത് ഭയങ്കര ഒരു ടീച്ചർക്ക് ഒരു ഹ്യൂമിലിയേഷൻ ആയിട്ടും ടീച്ചറെ തരംതാഴ്ത്തലായിട്ട് തോന്നി. അപ്പൊ ടീച്ചർ പറഞ്ഞ ഇനി അതിന് മീനിങ് കിട്ടിയിട്ട് ക്ലാസ്സിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം ആ കുട്ടി ലീവാണ്. ആ കുട്ടിനെ സംബന്ധിച്ച് കുട്ടി നെട്ടൂരെ എന്നുള്ള വാക്കിന് അർത്ഥം അന്വേഷിച്ച് ഇങ്ങനെ പോവാണ്. അങ്ങനെ ഒരുപാട് അന്വേഷിച്ചു, കിട്ടണില്ല. അവസാനം ഗതികെട്ട് ഒരു കുറെ ദിവസം കഴിഞ്ഞപ്പോൾ ക്ലാസ്സിലേക്ക് തന്നെ വന്നു. കാരണം ക്ലാസ് ഇങ്ങനെ മിസ്സാവാണ്, വീട്ടിൽ നിന്ന് പ്രഷർ ഉണ്ട്. അങ്ങനെ ടീച്ചർ ഇവനെ കണ്ട പാടെ കാണാത്ത പാടെ വന്നിട്ട് ഫസ്റ്റ് തന്നെ ഭയങ്കര ആങ്സൈറ്റിയിൽ ചോദിക്കുകയാണ്, നീ പഠിച്ചോ നെട്ടൂരെ എന്നുള്ള മീനിങ് പഠിച്ചോ? അപ്പം പറയാണ് ടീച്ചറെ ഞാൻ കുറെ അന്വേഷിച്ചു, പക്ഷെ എനിക്ക് കിട്ടുന്നില്ല. അപ്പൊ ടീച്ചർക്ക് ഭയങ്കരമായി ദേഷ്യം വന്നു. ടീച്ചർ പറഞ്ഞു ഈ ഒരു നെട്ടൂരെ എന്നുള്ള വാക്കിന് മീനിങ് പഠിക്കാതെ എന്റെ ഫുട്ടൂരെ ഇവിടെ കടന്ന കളിയാണ് എന്ന് മനസ്സിലാക്കണം, എന്റെ ഫുട്ടൂരെ വെച്ചുള്ള കളിയാണ് ഇവിടെ നടക്കുന്നത് എന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായി ചീത്ത പറഞ്ഞു എന്നുള്ളതാണ് സ്റ്റോറി. എന്താ സംഭവിച്ചേ? നാച്ചുറൽ ഫ്യൂച്ചർ എന്നുള്ളതിന് ടീച്ചർ വായിച്ചത് നെട്ടൂരെ ഫുട്ടൂരെ എന്നാണ്. അങ്ങനെ വീഡിയോ കണ്ടിട്ടുണ്ട്, ഒരു ബോർഡ് ഇയാളിങ്ങനെ എഴുതിയിട്ട് ഫുട്ടൂരെ വായിക്കുന്നത്. നമ്മളിപ്പോ ടീച്ചർമാരും കുട്ടികളുടെ കഥയെ കുട്ടിയെ പറഞ്ഞു കേട്ടോ, കാരണം നമ്മൾ ടീച്ചേഴ്സ് കുട്ടികളല്ലേ. അല്ല, ഇതൊരു ടീച്ചർ തന്നെ ഇങ്ങനെ ബോർഡിൽ എഴുതിയിട്ട് വായിച്ചു കൊടുക്കുന്ന അങ്ങനെ എന്തോ ഒരു വെസ്റ്റേൺ എനിക്കൊന്ന് ഇംഗ്ലീഷ് അങ്ങനെ എന്തോ ആണെന്തോ. കുറച്ചൊരു ഭയങ്കര തടിച്ചിട്ടൊരു ടീച്ചറല്ലേ, ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലെ വേറെ എന്തൊക്കെ വേർഡ്സ് ചെയ്തിട്ട് അങ്ങനെ തെറ്റിച്ച് വായിക്കുന്നുണ്ട്, അതല്ലേ? ഓക്കെ. ദെൻ ഇംപ്രൂവ് റീസണിങ് ആൻഡ് തിങ്കിങ് പവർ. സോ ഇൻഡിവിജ്വൽ ഫങ്ഷൻസ് ആണ് ഒരാൾക്ക് റീസണിങ്, അഥവാ എന്ത് റീസണിങ് എന്ന് പറഞ്ഞാല് യുക്തിചിന്ത ഇംപ്രൂവ് ചെയ്യാം, തിങ്കിങ് പവർ. ദെൻ ടീച്ചേഴ്സ് എ പേഴ്സൺ ടു പ്രിസേർവ് ദ നാച്ചുറൽ എൻവയോൺമെന്റ്, ഒരാളെ പ്രകൃതിയിൽ യഥാർത്ഥ പ്രകൃതി അല്ലെങ്കിൽ നാച്ചുറൽ എൻവയോൺമെന്റിൽ പ്രിസർവ് ചെയ്ത് നിർത്താനൊക്കെ ഈ ഒരു എഡ്യൂക്കേഷൻ ഒരു ഇൻഡിവിജ്വലിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ. ഇനി ടുവേർഡ് സൊസൈറ്റി ആണ് റിമൂവൽ ഓഫ് അൺവാണ്ടഡ് ട്രഡീഷണൽ കസ്റ്റംസ്, അനാവശ്യമായ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ ഒരാൾ എഡ്യൂക്കേറ്റഡ് ആവുന്നതോടുകൂടി നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതൊക്കെ അനാവശ്യമാണ്, അതിലൊന്നും ഒരു കാര്യമില്ല എന്ന് മനസ്സിലാക്കി ഒഴിവാക്കുന്നതാണ്. ഡെവലപ്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, അല്ലെ? സയൻസ് വളരും, ടെക്നോളജി വളരും.
ഡെവലപ്പ് എ സിസ്റ്റം ടു മെയിൻറ്റെയിൻ എക്കോളജിക്കൽ ബാലൻസ്. നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഇക്കോളജിക്കൽ ബാലൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടി ഒരാൾ പ്രവർത്തിക്കും എന്നുള്ളതാണ്. അപ്പൊ ഒരാൾ മീൻസ് സമൂഹത്തിന് അങ്ങനെ ഒരു ഉപകാരം കിട്ടും. പ്രൊമോട്ട് ഇക്വാലിറ്റി ആൻഡ് വെൽനെസ്. സമൂഹത്തിൽ ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, ലിബർട്ടി എന്നൊക്കെ പറയുന്ന കുറെ പോസിറ്റീവായ സംഭവങ്ങൾ ഉണ്ടാകും. ഹെൽപ്സ് ഇൻഡിവിജ്വൽ ടു ഫൈറ്റ് ഫോർ ദിയർ റൈറ്റ്സ് ആൻഡ് ഇറാഡിക്കേറ്റ് ഇനീക്വാലിറ്റി ആൻഡ് പോവർട്ടി. എല്ലാ ആളുകളും, എല്ലാ ഇൻഡിവിജ്വൽസും അവരുടെ റൈറ്റ്സിന് വേണ്ടി ഫൈറ്റ് ചെയ്യും. അല്ലെ, നമ്മളെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ കേട്ടിട്ടില്ലേ? യെസ്. എത്ര ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്? 6 ആറെണ്ണുള്ളൂ. കൂട്ടണോ? 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ഉണ്ട്. ഇക്വാലിറ്റി ആൻഡ് പോവേർട്ടി. നമ്മുടെ നാട്ടിലുള്ള അസമത്വം അതേപോലെ തന്നെ പോവേർട്ടി ഒക്കെ പിന്നെ എടുത്തു കളയാന് ഈ ഒരു പിന്നെ എഡ്യൂക്കേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഒരു അർജന്റ് പോലെ ജസ്റ്റ് സെക്കൻഡ്. ഞാൻ അങ്ങോട്ട് വരാം, ക്ലാസ്സിൽ കഴിഞ്ഞിട്ട് വരാം. നാട്ടിലുണ്ട്. ശരി. ആൻഡ് അപ്പോ ഇതിനൊക്കെ പറഞ്ഞില്ലേ, ഇറാഡിക്കേറ്റ് ഇനീക്വാലിറ്റി ആൻഡ് പോവർട്ടി. ഇനി ടുവേർഡ്സ് നേഷൻ ആണ്. അപ്പൊ ഇതിൽ 3 ഉണ്ട് അല്ലേ? അഥവാ ഇൻഡിവിജ്വലും ഉണ്ട്, സൊസൈറ്റി ഉണ്ട്, നേഷനും ഉണ്ട്. രാജ്യത്തിന് എന്താണ് ഗുണം എന്നുള്ളതാണ്. മേക്സ് പീപ്പിൾ അവെയർ അബൌട്ട് ദിയർ റൈറ്റ്സ് ആൻഡ് റൈറ്റ്സ് ആസ് എ സിറ്റിസൺ ഓഫ് എ കൺട്രി. നല്ല ഒരു സിറ്റിസണായി വളരും, അവരുടെ അവകാശങ്ങളെ കുറിച്ച് കൃത്യമായ ബോധമുള്ള ഒരാളായി വളരും എന്നാണ് പറയുന്നത്. ശരിക്കും നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. ഓർമ്മ ഉണ്ടാ? യെസ്, പൊളിറ്റിക്സിൽ +1 പഠിച്ചിട്ടുണ്ട്. പൊളിറ്റിക്സിലല്ല, സ്കൂളിൽ തന്നെ പഠിക്കാറുണ്ട്. അപ്പം അവിടുന്ന് പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാല്, നമുക്കിപ്പോ ഒരു ഇൻസിഡന്റ് വന്നാൽ, അല്ലെങ്കിൽ നമ്മളൊരു ഇരയായി, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാല് ഇപ്പോഴും നമ്മുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള നമ്മൾ കുറെ റൂൾസ് അല്ലെങ്കിൽ അതിലുള്ള കുറെ നിർദ്ദേശങ്ങൾ നമ്മൾ മര്യാദക്ക് അതൊന്നും അറിയില്ല. നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മൾ കുടുങ്ങി പോകുമ്പോഴാണ് അതൊക്കെ നമ്മൾ പഠിക്കുന്നത്. അതൊരു വലിയ ഡ്രോബാക്ക് ആയിട്ട് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ പറ്റി പറയാറുണ്ട്. 2, ഹെൽപ്സ് പീപ്പിൾ ടു ഫൈറ്റ് ഫോർ ദെയർ റൈറ്റ്സ്. നേരത്തെ പറഞ്ഞു. ഇറാഡിക്കേറ്റ് അൺഫെയർ പ്രാക്ടീസസ്, അഥവാ സമൂഹത്തിലുള്ള തെറ്റായ പ്രാക്ടീസസിനെ ഒഴിവാക്കാനും പറ്റും. അപ്പോൾ അതൊരു രാജ്യത്തിന് ഗുണമാണ്. കാരണം പൗരന്മാരൊക്കെ നന്നാവുക, അവകാശങ്ങളൊക്കെ ചോദിച്ചു വാങ്ങുക, അനാവശ്യമായതൊക്കെ ഒഴിവാക്കുക എന്നൊക്കെ ഉള്ളത്. Then helps in achieving freedom and making people to aware of their duties and rights. ഓരോരുത്തർക്കും അവരുടെ ഡ്യൂട്ടിയെ കുറിച്ചും അവരുടെ റൈറ്റിനെ കുറിച്ചും കൃത്യമായ ബോധം ഉണ്ടാവുക എന്നുള്ളത് ഒരു രാജ്യത്തിനെ സംബന്ധിച്ച് വെരി ഇമ്പോർട്ടന്റ് തിങ് ആണ്. ആൻഡ് ഒരാൾ മൈക്ക് മ്യൂട്ട് ആക്കിയിട്ട് കേട്ടോ, ഒന്ന് മ്യൂട്ട് ആക്കിയ കളി എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഹെൽപ്സ് ടു ഡെവലപ്പ് ലീഡർഷിപ്പ്. അതുപോലെ തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി അത് ഇംപ്രൂവ് ചെയ്യാൻ പിന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾക്കൊക്കെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ആർക്കും ഇല്ല തോന്നുന്നുണ്ടോ? എന്താണ് യുവർ വ്യൂ? ചില കാര്യങ്ങൾ പൊതുവെ ചില കാര്യങ്ങൾ എന്നുള്ളതല്ല, ശരിക്കും നമുക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി എന്നുള്ള ക്വാളിറ്റി നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്കത് എല്ലായിടത്തും റിഫ്ലക്ട് ചെയ്യും. പൊതുവെ നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിക്ക് ഒരു 10 മാർക്കിടാണെങ്കിൽ എത്ര മാർക്ക് ഇടും എന്നുള്ളത് നോക്കണം. നമ്മുടെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ച് ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ ഡിഫറൻസസ് ഉണ്ടാവും. എങ്കിലും ഒരു 10ൽ എത്ര? 10ൽ 10 ഇടും, അല്ലെങ്കിൽ 9 ഇടും, 8 ഇടും. കൃത്യമായിട്ട് നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി നമ്മൾ അളക്കണം. അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. കാരണം വെച്ചാൽ ഈ സ്കിൽ ഇല്ലാത്ത ഒരാളുണ്ടെങ്കിൽ അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ അതിന് ചില ടിപ്സ് ആൻഡ് ട്രിക്കുകൾ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാം. കാരണം നമ്മൾ ടീച്ചേഴ്സ് ആയിട്ട് സ്കൂളിൽ പോയാൽ അവിടെ നിർബന്ധമായി നമുക്ക് ഉണ്ടാവേണ്ട ഒന്നാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി. കോൺഫിഡൻസ്, ലീഡർഷിപ്പ്, ഇങ്ങനെയുള്ള കുറച്ച് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, കുറച്ച് സ്കില്ലുകൾ ടീച്ചേഴ്സിന് നിർബന്ധമായിട്ട് ഉണ്ടാവേണ്ടതുണ്ട്. ഓക്കെ. 6, ഹെൽപ്സ് ഫോർ ഇന്നർ ഗ്രോത്ത് ഓഫ് എ പേഴ്സൺ. ഓരോ വ്യക്തിന്റെയും ഉള്ളിൽ ഇന്നറായിട്ട് എന്ത് ചെയ്യണം? അവരുടെ ഗ്രോത്ത് ഉണ്ടാവണം എന്നാണ്. അതായത് പേഴ്സണാലിറ്റി ആവാം, അവരുടെ തോട്ട്സ് ആവാം, അവരുടെ ആറ്റിറ്റ്യൂഡ് ആവാം, അതൊക്കെ അതിൽ പെടാം. 7, ഹെൽപ്സ് ടു ഇറാഡിക്കേറ്റ് ഡിക്റ്റേറ്റർഷിപ്പ് ആൻഡ് ട്രെയിൻസ് പീപ്പിൾ ഫോർ ഡെമോക്രസി. അല്ലെ, നമ്മുടെ നാട്ടിലുള്ള ഉണ്ടായിരുന്ന ഒന്നാണ് ഡിക്റ്റേറ്റർഷിപ്പ്, ഏകാധിപത്യമോ സ്വേച്ഛാധിപത്യമോ ഒക്കെ പറയാം. അപ്പൊ അതിൽ നിന്ന് ഡെമോക്രസിയിലേക്ക് വരണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ് എന്താണെന്ന് അറിയണം, ഡെമോക്രസി എന്താണെന്ന് അറിയണം.
നമുക്ക് ഡെമോക്രസി എന്ന് വെച്ചാൽ ഓഫ് ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ എന്നുള്ള ഡെഫിനിഷൻ എല്ലാവർക്കും അറിയുണ്ടാവും ഒരു ഇതൊക്കെ. പിന്നെ അപ്പുറത്തേക്ക് എന്താണ് ഡെമോക്രസി എന്നുള്ളത് പലപ്പോഴും അറിയാതെ പോകുന്നുണ്ടാവും. എന്താണ് ശരിക്കും ഡെമോക്രസിയുടെ ഒരു പരമപ്രധാനമായ ഒരു പോയിന്റ് എന്താ? ഡെമോക്രസിയെ കുറിച്ച് ഒരു വാക്കിൽ പറയാൻ അവകാശമുണ്ട്. വോട്ട് ചെയ്യാൻ അവകാശമുണ്ട്. അത് അഡൾട്ട് ഫ്രാഞ്ചൈസ് ആണ്. അത് മാത്രമല്ല ഡെമോക്രസി എന്ന് പറഞ്ഞാല് ഡെമോക്രസിന്റെ മെയിൻ നെയിമാണ് വേറെ സാധനമുണ്ട്. അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. അത് അവകാശങ്ങളിൽ പെട്ട ഒന്ന്. ഡെമോക്രസിന്റെ പ്രധാനപ്പെട്ട എയിം എന്ന് വെച്ചാൽ ജനങ്ങളാണ് അവിടുത്തെ ഹീറോസ്, ജനങ്ങളാണ് റൂളേഴ്സ്. ഓക്കെ, അല്ല ആ ഡെഫിനിഷനാണ് അതിന്. പക്ഷെ അതിന്റെ ഒരു എയിം അല്ലെങ്കിൽ അതിലൊരു ഒരു ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ജനങ്ങൾക്കാണ് പവർ എന്നുള്ളതാണ്. പക്ഷെ കാണുന്നില്ലല്ലോ. എന്തോ പറയുമ്പോ അങ്ങനെ പറയാലോ, അതുപോലെ ആവണമെന്നില്ലല്ലോ. ആവണം. അപ്പൊ അതിനാണ് നമ്മൾ എഡ്യൂക്കേഷൻ നേടുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ് എവിടെയാണോ ഇല്ലാത്തത് അവിടെ നമ്മൾ ശബ്ദം ഉയർത്തണം. ഡിക്റ്റേറ്റർഷിപ്പിനെ എന്ത് ചെയ്യണം? നമ്മൾ ഇല്ലാണ്ടാക്കണം. നമ്മുടെ ഡ്യൂട്ടിയാണത്. ഒരു രാജ്യത്തിന്റെ മൊത്തം വികസനം ഈ വിദ്യാഭ്യാസം നേടുന്നത് നമ്മുടെ കടമയാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഫങ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷന്റെ നേഷൻ ടുവേർഡ്സ് നേഷൻ എന്നുള്ളതിൽ വരുന്ന പോയിന്റ്. ഇനി നാച്ചുറൽ ഓഫ് എഡ്യൂക്കേഷൻ ആസ് എ സെപ്പറേറ്റ് ഡിസിപ്ലിൻ ആണ്. എഡ്യൂക്കേഷന്റെ ഒരു സ്വഭാവം പ്രത്യേകം ഒരു ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ എന്തായിരിക്കും എന്നുള്ളതാണ്. സോ അക്കാഡമിക് ഡിസിപ്ലിൻ എന്നാണ് അതിനെ വിളിക്കുന്ന പേര്. ആ ഡെഫിനിഷൻ ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ദ ഡാറ്റ, ഇൻഫർമേഷൻ ആൻഡ് നോളജ് കളക്ടഡ് ആൻഡ് അക്യുമുലേറ്റഡ് ബൈ ഹ്യൂമൻ റേസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു സെവറൽ ബ്രാഞ്ചസ്. ഈച്ച് വൺ ഓഫ് ദീസ് ബ്രാഞ്ചസ് ഈസ് എ ഡിസിപ്ലിൻ. അഥവാ വിദ്യാഭ്യാസത്തിനെ മാത്രം ഒരു ഡിസിപ്ലിൻ ആക്കുക, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ആക്കിയാൽ എന്ത്, അല്ലെങ്കിൽ വിദ്യാഭ്യാസം അക്കാഡമിക് ഡിസിപ്ലിൻ. സോ ഡാറ്റ, ഇൻഫർമേഷൻ, നോളജ് കളക്ടഡ് ആൻഡ് അക്യുമുലേറ്റഡ് ബൈ ഹ്യൂമൻ. മനുഷ്യൻ നേടിയ കുറെ ഡാറ്റാസ്, കുറെ ഇൻഫർമേഷൻസ്, കുറെ നോളജ്, ഇതെല്ലാം കളക്ട് ചെയ്ത് അക്യുമുലേറ്റ് ചെയ്യും. ഏകദേശം സെയിം തന്നെ. ഡാറ്റ ആകുമ്പോൾ കുറച്ചുകൂടി പ്രൂഫുകളും അല്ലെങ്കിൽ അതിൽ നിന്ന് വേണ്ട ഡാറ്റ എന്ന് പറയുമ്പോൾ മീനിങ്ഫുൾ ആയിരിക്കും. ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ റോ ആണ്. ഇൻഫർമേഷൻ എന്ന് പറയുന്നത് മീനിങ്ഫുൾ ഡാറ്റ ആണ്. സയന്റിഫിക് ടേംസ് പറയണ്ടേ? പറഞ്ഞോളൂ. നമ്മള് ഫസ്റ്റ് കളക്ട് ചെയ്യുന്ന ഒരു റോ ആയിട്ടുള്ള ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് ഇല്ലേ, അതിനെയാണ് ഡാറ്റ എന്ന് പറയാ. അതിനെ നമ്മളൊരു പ്രോസസ്സിംഗിലൂടെ മീനിങ്ഫുൾ ആക്കി വരുമ്പോ അത് ഇൻഫർമേഷൻ ആവും. ഓക്കെ, സോ ഇറ്റ് ഈസ് ആൻ ഇൻഫർമേഷൻ. ഐ തിങ്ക് നിങ്ങൾ പറഞ്ഞതൊരു ഇൻഫർമേഷൻ അല്ലേന്നാ ചോദിച്ചേ? ഓക്കെ. Each one of these branches is a discipline. അങ്ങനെ എന്തുണ്ട്? നമുക്ക് കിട്ടുന്ന ഡാറ്റ, ഇൻഫർമേഷൻസ്, നോളജ് ഒക്കെ കളക്ട് ചെയ്തിട്ട് അതിനെ അക്യുമുലേറ്റ് ചെയ്യാം. അതിനെ നമ്മൾ ഒന്നിച്ച് അക്കോമഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അക്യുമുലേറ്റ് ചെയ്യുക, പലതരത്തിൽ പറയാം. എന്നിട്ട് അത് ക്ലാസിഫൈ ചെയ്തിട്ട് ഡിഫറെന്റ് ബ്രാഞ്ചസ് ആക്കിയിട്ട് മാറ്റുന്നതാണ് അക്കാഡമിക് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അപ്പൊ പഠനത്തിനുള്ള ഒരു ഡെഫിനിഷൻ കൊടുത്തതാണ്. The nature of education as a distinct digital. നാച്ചുറൽ ഓഫ് എഡ്യൂക്കേഷൻ ആണോ പ്രധാനമായിട്ട് അതിൽ. അതില് നോക്കണെങ്കിൽ ഒന്ന് തിയറിറ്റിക്കൽ സ്ട്രക്ചർ, പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷൻ ആസ് എ സിസ്റ്റം, എഡ്യൂക്കേഷൻ ഹാസ് ഇറ്റ്സ് ഓൺ ഫീൽഡ് ഓഫ് റിസർച്ച് ആൻഡ് ലബോറട്ടറി, എഡ്യൂക്കേഷൻ ഹാസ് ഇറ്റ്സ് ഓൺ റിസർച്ച് മെത്തേഡ്സ്. ഇങ്ങനെ കുറച്ച് നാച്ചുറൽ ഓഫ് എഡ്യൂക്കേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. അതിലൊന്ന് തിയറിറ്റിക്കൽ സ്ട്രക്ചർ ആണ്. ഉദ്ദേശിക്കുന്നത് തിയറിറ്റിക്കൽ നോളജ് എന്നുള്ളതാണ്. അറേഞ്ച് ആൻഡ് ഇന്റർലിങ്ക് ദ കോൺസെപ്റ്റ്, പ്രിൻസിപ്പിൾസ്, തിയറീസ്. നമ്മളൊരു തിയറിറ്റിക്കൽ നോളജ് നേടുന്നത് എഡ്യൂക്കേഷനിലൂടെ തിയറിറ്റിക്കൽ നോളജ് നേടാം. അതുപോലെ തന്നെ ഇതിൽ അണ്ടർടേക്ക് റിസർച്ചസ് ഉദ്ദേശിക്കുന്നത് സ്റ്റഡി അബൌട്ട് എ ടോപ്പിക് സം മോർ ആൻഡ് ഡീറ്റെയിൽഡ് സ്റ്റഡി ഓഫ് എ ടോപ്പിക്. തിയറിറ്റിക്കലി നമുക്കൊരു നോളജ് നേടുന്നത് എഡ്യൂക്കേഷൻ്റെ നാച്ചുറാണ്. സെക്കൻഡ് പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്. പ്രോസസ് ഓഫ് മോഡിഫൈങ് ദ നോളജ് ആൻഡ് സ്കിൽസ്. ഓൾറെഡി നമുക്കുള്ള നോളജിനെ മോഡിഫൈ ചെയ്യാണ്, സ്കില്ലുകളെ മോഡിഫൈ ചെയ്യുന്നതും എഡ്യൂക്കേഷന്റെ രീതിയാണ്. ടീച്ച് ബേസ്ഡ് ഓൺ എയിം ആൻഡ് ഒബ്ജക്റ്റീവ്സ്. അതിന് കൃത്യമായി എയിംസും ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഇപ്പൊ സ്കൂളിൽ എന്ത് പഠിപ്പിക്കുകയാണെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായ ഒരു എയിം ഉണ്ട്, ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ ആർട്സ് എടുത്താണെങ്കിലും സ്പോർട്സ് എടുത്താണെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിലും
പരീക്ഷ നടത്തുകയാണെങ്കിലും എല്ലാത്തിനും എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാകും. എന്നിട്ട് ആ ഒരു എയിം ആൻഡ് ഒബ്ജക്റ്റീവ് അക്വയർ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഒക്കെ ലക്ഷ്യം. 3 എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. എഡ്യൂക്കേഷൻ എന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ് ആണ് എന്നാണ് അതിന്റെ മറ്റൊരു നാച്ചർ. അപ്പൊ അതിൽ ഇൻപുട്ട് ഉണ്ട്, പ്രോസസ് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്. അതിൽ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ്, പ്രോസസ് എന്ന് പറഞ്ഞാൽ ടീച്ചിങ് മെത്തേഡ്സ്, ഔട്ട്പുട്ട് എന്ന് പറഞ്ഞത് അവരുടെ പ്രോഗ്രസ്, നമ്മൾ നോട്ടീസ് ചെയ്യുന്ന പ്രോഗ്രസ്. അപ്പോൾ കുട്ടികൾ ഇൻപുട്ടാണ്, അതിൽ അവർക്ക് കൊടുക്കുന്ന ടീച്ചിങ് മെത്തേഡ്സ് ആൻഡ് സ്ട്രാറ്റജീസ്, ടെക്നിക്സ് ഒക്കെ പ്രോസസ്സാണ്. ദെൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആ കുട്ടികൾക്ക് കിട്ടുന്ന നോളജ് ആണ്, അവരുടെ പ്രോഗ്രസ് ആണ്, അവരുടെ സ്റ്റാൻഡേർഡ് ആണ്. എഡ്യൂക്കേഷൻ ഹാസ് ഇറ്റ്സ് ഓൺ ഫീൽഡ് ഓഫ് റിസർച്ച് ആൻഡ് ലബോറട്ടറി. വിദ്യാഭ്യാസം പറഞ്ഞാൽ കൃത്യമായി ഒരു റിസർച്ച് ആണെന്ന് പറയുന്നുണ്ട്. ഇതിന് മുമ്പേ നമ്മൾ ഫസ്റ്റ് ഒരു ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്നുള്ള പേപ്പർ എടുത്തപ്പോൾ പറഞ്ഞിരുന്നു. അപ്പൊ റിസർച്ച് എന്ന് പറഞ്ഞാൽ അതിൽ കൃത്യമായി ലബോറട്ടറി വേണം. സോ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു റിസർച്ച് ആണ്, ലബോറട്ടറി അവിടെ ഉണ്ട്. എന്താണ് ലബോറട്ടറി? എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദെയർ ക്ലാസ് റൂം സെർവ് ആസ് എ ലബോറട്ടറി. ക്ലാസ് റൂമുകൾ ലബോറട്ടറി ആണ്. അവിടെയുള്ള കുട്ടികളൊക്കെ സാമ്പിൾസ് ആയിരിക്കും. അപ്പൊ അല്ലെ, ആ സാമ്പിൾ വെച്ചിട്ടുള്ള അവരുടെ നമ്മുടെ റിസർച്ച് ആണ് അവിടെ നടന്നു കൊടുക്കുന്നത്. ദെൻ വേരിയസ് എഡ്യൂക്കേഷൻ റിസർച്ചസ് ആർ കണ്ടക്ടഡ്. ഒരുപാട് എഡ്യൂക്കേഷൻ ടോപ്പിക്കൽ റിസർച്ചസ് കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ദെൻ ക്ലാസ് റൂം ക്ലൈമറ്റിനെ കുറിച്ചിട്ടും മോഡ് ഓഫ് ടീച്ചിങ്ങിനെ കുറിച്ചിട്ടും മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, ഇവാലുവേഷൻ ടെക്നിക്കുകൾ, മെത്തേഡ്സ് ഓഫ് പ്രൊവൈഡിങ് ഫീഡ്ബാക്ക്, ഇങ്ങനെ യൂസേജ് ഓഫ് TLMs, അതുപോലെ തന്നെ ക്ലാസ് റൂം സ്ട്രാറ്റജീസ്, അപ്രോച്ച്, മെത്തേഡ്, സ്ട്രാറ്റജി, ഇങ്ങനെ ഒരുപാട് മേഖലയിൽ ഇന്ന് റിസർച്ച് നടന്നുകൊടുക്കുകയാണ്. എങ്ങനെ അതിനെ മാറ്റം വരുത്താം? ഇപ്പൊ നിങ്ങൾക്കറിയാം, നമുക്ക് ഓരോ സിലബസ് നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിന്യൂ ചെയ്യുമ്പോൾ അതിൽ ടീച്ചിങ് മെത്തേഡ്സ് ഒക്കെ മാറ്റം വരും. ഇപ്പൊ ഈ ഒരു 1, 3, 5, 7 ഇങ്ങനെയുള്ള ക്ലാസ്സുകളിലൊക്കെ മാറി. അങ്ങനെ മാറുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ടീച്ചിങ് മെത്തേഡ് അല്ല ഇപ്പൊ മാറി വന്നപ്പോ ടീച്ചിങ് സ്ട്രാറ്റജി മാറിയിട്ടുണ്ട്. അതിനർത്ഥം എന്താ വെച്ചാൽ ആ ടീച്ചിങ് സ്ട്രാറ്റജിയിൽ എന്തുണ്ട്? കൃത്യമായ റിസർച്ച് നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. 5 എഡ്യൂക്കേഷൻ ആസ് ഇറ്റ്സ് ഓൺ റിസർച്ച് മെത്തേഡ്. എഡ്യൂക്കേഷന് അതിൻ്റെതായ റിസർച്ച് മെത്തേഡ്സും ഉണ്ടെന്നാണ്. കുറച്ച് റിസർച്ച് മെത്തേഡ്സ് ഉണ്ട്, അതാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. വേരിയസ് റിസർച്ച് മെത്തേഡ്സ് adopted are historical method, survey method, case study, experimental method, genetic study എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ്. ഡാറ്റ കളക്ട് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ റിസർച്ചിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസർച്ചസും ഇതിൽ ഭാഗമായിട്ട് പറയുന്നുണ്ട്. ഹിസ്റ്റോറിക്കൽ സർവേ മെത്തേഡ് എന്നൊക്കെ പറയുന്നത് എല്ലാത്തിലും ഉപയോഗിക്കുന്ന ഒരു കോമൺ മെത്തേഡാണ്. കേസ് സ്റ്റഡി എല്ലാത്തിലും ഉപയോഗിക്കുന്ന ഒരു കോമൺ മെത്തേഡായിട്ട് പറയാം. എക്സ്പെരിമെന്റുകൾ, ഇങ്ങനെ റിസർച്ച് നടത്താൻ ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇനി ഒരു സിമ്പിൾ ടോപ്പിക് ആണ് ടൈപ്സ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതിൽ നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ച പോലെ എഡ്യൂക്കേഷൻ എന്നത് ലൈഫ് ലോങ് ആണ് എന്ന പോയിന്റ് ഫസ്റ്റ് പറഞ്ഞു. അപ്പൊ നമ്മളെ കൂട്ടത്തിലുള്ള കുട്ടികളെ പറഞ്ഞു വിദ്യാഭ്യാസം ഒരിക്കലും കഴിയുന്നില്ല, സ്കൂളിൽ നിന്ന് മാത്രമല്ല വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ഇതിന്റെ ടേംസ് വരുന്നുണ്ട്, നമുക്ക് പഠിക്കാനുണ്ട് എന്ന്. സോ അതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. പലതരത്തിലുള്ള വിദ്യാഭ്യാസമാണ് കൊടുത്തിട്ടുള്ളത്. 3 തരത്തിലുള്ള വിദ്യാഭ്യാസം ഇവിടെ കൊടുത്തിട്ടുള്ളത്. 1 ഫോർമൽ എഡ്യൂക്കേഷൻ, 2 നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ, 3 ഇൻഫോർമൽ എഡ്യൂക്കേഷൻ. അപ്പൊ ഈ ഒരു പാഠത്തിൽ ജസ്റ്റ് ഇങ്ങനെ 3 തരം എഡ്യൂക്കേഷൻ ഉണ്ട്, ഇത് മാത്രമേ പഠിക്കാനുള്ളൂ. ഇനി അടുത്ത ലെസണിലാണ്, അടുത്ത യൂണിറ്റിലാണ് നമ്മൾ കുറച്ചുകൂടി ഇതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഓക്കെ, സോ ദർ ആർ 3 ടൈപ്സ് ഓഫ് എഡ്യൂക്കേഷൻ: ഫോർമൽ എഡ്യൂക്കേഷൻ, നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ആൻഡ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ. ഓക്കെ, ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇന്ന് സ്കൂളിൽ പോയി കുട്ടികൾ പഠിക്കുന്ന പോലെ ഹാവിംഗ് ഫിക്സഡ് കരിക്കുലം, അപ്പോയിന്റ് ടീച്ചേഴ്സ് ആർ ദർ, സ്പെസിഫിക് പ്രിമൈസസ് ആർ ദർ, the correct schedule is the time schedule is the admission procedure is the examination, certification, assessment, എല്ലാതും കൃത്യമായി ഫിക്സഡ് ആയി സയന്റിഫിക് ആയി വെച്ച ഒരു സിസ്റ്റത്തിൽ പോയി പഠിക്കുന്നതാണ് ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നിങ്ങളൊക്കെ ശരിക്കും ഫോർമൽ എഡ്യൂക്കേഷന്റെ ഭാഗമാണ്. സെക്കൻഡ് വൺ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ആണ്. ഇത് ഓപ്പൺ ആണ് വിത്ത് റിഗാർഡ് ടു അഡ്മിഷൻ, കരിക്കുലം, പ്ലേസ് ഓഫ് ഇൻസ്ട്രക്ഷൻ, മോഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ, ദ ടൈം, ഡ്യൂറേഷൻ ഒക്കെ ഉണ്ടാവും. നമ്മൾ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഒരു കോഴ്സ് ചെയ്യുന്ന പോലെ ഉള്ള കോഴ്സിനെയാണ് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ അതേപോലെ തന്നെ നമ്മൾ ഷോർട്ട് ടേം കോഴ്സസ് ഇപ്പൊ ഇതിൽ പറഞ്ഞോ, ട്രെയിനിങ് ഫോർ അഡൽട്ട്, ട്രെയിനിങ് ഫോർ കാർപ്പൻ മേക്കിംഗ്, ട്രെയിനിങ് ഫോർ വിമിൻ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് കൊടുക്കുന്നതൊക്കെ ഒരു നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ. ഫോർമൽ അല്ലാത്തതൊക്കെ നോൺ ഫോർമൽ ആണ്. അല്ലാത്തത് മുഴുവൻ പറയാൻ കഴിയില്ല, കാരണം ഇവിടെ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ കൂടി ഉണ്ട്. അപ്പം നമുക്കൊരു ഓപ്പൺ ആയിട്ട് നമ്മൾ പഠിക്കാം. ഡിസ്റ്റൻസ് മോഡ് ഓഫ് എഡ്യൂക്കേഷൻ,
ഇപ്പൊ ശരിക്ക് ഡിസ്റ്റൻസ് റെഗുലർ ആയിട്ടാണ് ഇപ്പൊ പോണത്. അതൊരു ഫോർമൽ എഡ്യൂക്കേഷന്റെ ഭാഗമായി തന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഉള്ളത്. ഓക്കെ, ഇനി ഇൻഫോർമൽ എഡ്യൂക്കേഷൻ ആണ്. ദാറ്റ് ഈസ് ഇൻസിഡന്റൽ എഡ്യൂക്കേഷൻ അച്ചീവ്ഡ് ത്രൂ കോൺവെർസേഷൻ, കോണ്ടാക്ട്, നോൺ ഡിസൈൻഡ് സിറ്റുവേഷൻസ്. ഒരു കല്യാണത്തിന് പോയി അവിടുന്ന് കുറെ അറിവ് കിട്ടാം, നമ്മളൊരു മീറ്റിംഗിൽ പോയാലും അറിവ് കിട്ടാം, ഒരു വീഡിയോ കണ്ടാലും അറിവ് കിട്ടാം. ഓക്കെ, എഡ്യൂക്കേഷൻ ഫ്രം ഫാമിലി ഗാദറിംഗ്, പ്ലേ ഗ്രൗണ്ട്, പ്രൊഫഷണൽ ഓർഗനൈസേഷൻ, കോൺഫറൻസുകൾ, മീറ്റിങ്ങുകൾ, ഇതൊക്കെ നമുക്ക് അതിനൊക്കെ വിദ്യാഭ്യാസം കിട്ടും, അറിവ് കിട്ടും. അതിനെ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്നാണ് പറയാ. സോ ഫോർമൽ എഡ്യൂക്കേഷനിൽ കുട്ടികൾ നേരിട്ട് പോയി ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിച്ച് കരിക്കുലം ഫോളോ ചെയ്യും. നോൺ ഫോർമൽ ആകുമ്പോൾ അത് ഡിസ്റ്റൻസ് മോഡിലേക്കോ അല്ലെങ്കിൽ ഓപ്പൺ മോഡിലേക്കോ മാറും എന്നുള്ളതാണ് രണ്ടാമത്തെ. എന്നാൽ അവിടെയും കൃത്യമായ കരിക്കുലം ഇൻസ്ട്രക്ഷനും സിലബസും ഒക്കെ ഉണ്ടാവാം. 3 ഇൻഫോർമൽ എഡ്യൂക്കേഷൻ ആണ്. കരിക്കുലം ഇല്ല, സിലബസ് ഇല്ല, ടൈം ബൗണ്ടിങ് അല്ല, കൃത്യമായ പ്രിമൈസസ് ഇല്ല, മോഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഇല്ല, ഒന്നുമില്ല, ബട്ട് ഒരുപാട് വിദ്യാഭ്യാസം കിട്ടുന്നു. ഇതിന്റെ ക്വസ്റ്റ്യൻ ഇതാണ്: ഫോർമൽ എഡ്യൂക്കേഷനിൽ പോയാലാണോ, നോൺ ഫോർമൽ എഡ്യൂക്കേഷനിൽ പോയാലാണോ, ഇൻഫോർമൽ എഡ്യൂക്കേഷനിൽ പോയാലാണോ അറിവ് കൂടുതൽ കിട്ടുക? ദാറ്റ് ഇസ് മൈ ക്വസ്റ്റ്യൻ. നമ്മുടെ പ്രയോറിറ്റി പോലെ ഉണ്ടാവും, എങ്ങനെ? നമ്മളെ താല്പര്യം പോലെ ഉണ്ടാവും. താല്പര്യം പോലെ ഉണ്ടാവും. ഒരു ആൻസർ. അടുത്ത ആൻസർ ഇൻഫോർമൽ എല്ലാം ഒരേപോലെ ഇമ്പോർട്ടന്റ് അല്ലേ? എല്ലാം ഒരുപോലെ ഇമ്പോർട്ടന്റ്. അടുത്ത ആൻസർ ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പീരിയൻസിലൂടെ ആയിരിക്കും അധികവും കിട്ടാന്ന് എനിക്ക് തോന്നുന്നു. അല്ലെ, ഏതിലാണ് അറിവ് കൂടുതൽ കിട്ടുക? അറിവ് മീൻസ് നമുക്ക് നോളജ് അല്ലെങ്കിൽ സ്കിൽ, ഇതൊക്കെ എല്ലാം കൂടി ഏതിലാണ് ഉപകാരം കൂടുതൽ? ഇൻഫോർമൽ ആവും. ഫാത്തിമ ഏരിയയിൽ നിന്ന് ഉറച്ചിട്ട് ഇൻഫോർമൽ ആണ് കമ്പയർ ചെയ്യുമ്പോ. അതാരാ പറഞ്ഞേ? നിത. സ്ഥിരം വരാറില്ലേ? ഞാൻ ചെറിയ ബേബി, ചെറിയ കുട്ടി ഉണ്ട് എന്നുള്ളത് ക്ലാസ് വരാതിരിക്കാനുള്ള യോഗ്യതയാണോ? അതല്ല, അതുകൊണ്ട് അത് സ്റ്റാർട്ട് ഞാൻ ക്ലാസ്സിൽ കയറും, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറില്ല. ഓക്കെ, അപ്പം പിന്നെ ഫോർമൽ എഡ്യൂക്കേഷനിൽ ആ സിലബസിൽ കൊടുത്താൽ മാത്രമേ കിട്ടൂ. എന്നാൽ സിലബസ് കൊടുത്ത് കുറെ നമുക്ക് കിട്ടാൻ സാധ്യത ഉണ്ട്. നോൺ ഫോർമൽ ആകുമ്പോൾ നമുക്ക് പിന്നെ സിലബസ് ഉണ്ട്, കൂടെ നമുക്ക് നമ്മുടേതായ ഒരു ഫ്രീ ടൈം ഒക്കെ കിട്ടും. ഇൻഫോർമൽ ആകുമ്പോൾ നമുക്ക് എത്ര കിട്ടും നമുക്ക് തന്നെ അറിയില്ല. ശരിക്കും ഇപ്പൊ നിങ്ങൾ ആലോചിച്ചാണ്, നിങ്ങൾക്ക് ഉള്ള അറിവ് അതിലെ ഒരു 90% വേണമെങ്കിൽ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ കിട്ടിയതായിരിക്കും. പല സാഹചര്യത്തിൽ നിന്ന്, പല ആളുകളുമായുള്ള സംസാരത്തിൽ നിന്ന്, പല ആളുകളുമായിട്ടുള്ള ഇടപഴകലിൽ നിന്ന് ഒക്കെ കിട്ടിയതായിരിക്കും. അതിനാണ് സാധ്യത. സോ ഐ തിങ്ക് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ ഈസ് മോർ യൂസ്ഫുൾ. പക്ഷെ അതിനെവിടെയും പോകണ്ട, ഫീ അടക്കണ്ട, ഒരു പിന്നെ അതിനുവേണ്ടി സമയം മാറ്റി വെക്കണ്ട. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജുകൾ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ ഉണ്ട് എന്നുള്ളത് മറ്റൊരു അഡ്വാൻറ്റേജാണ്. സോ ഇനിവേ നമ്മൾ ഇനിയും മുന്നോട്ട് പോയാല് കാണുന്ന അടുത്ത സ്ലൈഡ് എല്ലാവരും അറിയാം. എന്താണ്? വാട്ട് ഈസ് ദിസ്? അപ്പൊ തീർന്നിട്ടില്ല. തീർന്നിട്ടുണ്ട്. പിന്നെ അപ്പൊ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ലെസൺ മൊത്തമായിട്ട് നമ്മൾ ഇന്ന് കവർ ചെയ്തിട്ടുണ്ട്. ചെറിയ ലെസൺ ആയതുകൊണ്ടാണ്. പിന്നെ ഒരുപാട് അറിവൊന്നുമില്ല, എല്ലാവർക്കും പെട്ടെന്ന് ഒരു വായിച്ചെടുത്താൽ മനസ്സിലാക്കാവുന്ന കുറച്ച് നോളജാണ് അതിലുള്ളത്. സോ എല്ലാവരും ക്ലാസ്, പിന്നെ കുറെ ആളുകൾ നമ്മളെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. തുടക്കത്തിൽ കുറച്ചാളൊക്കെ പോയിട്ടുണ്ട്. എനിവേ വളരെ ക്ഷമയോടെ കാത്തിരുന്ന എല്ലാവർക്കും a big thanks.